പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങളോടൊപ്പം കർത്താവിന്റെ വേലയിൽ വളരെയേറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തൻ പാസ്റ്റർ ബാലചന്ദ്രന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവുമായി ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കുകയും കർത്താവ് പ്രിയപ്പെട്ട ദൈവദാസന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ, നടത്തിയ വഴികളെ, വിടുവിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവനാമഹത്വത്തിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ അതിഥിയെ ക്ഷണിക്കാം. കർത്താവ് പാസ്റ്റർ ബാലചന്ദ്രൻ അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കും പാസ്റ്റർ, കൃപയാൽ സന്തോഷം. കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിന്റെ ശേഷദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ അവർകൾ, തന്റെ കുടുംബം, തന്നോടൊപ്പം ഈ അരോമ ടി വിയിൽ പ്രവർത്തിക്കുന്ന അഡ്മിൻ പാനൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും, വിശേഷാൽ അരോമ ടി വിയുടെ പ്രേക്ഷകർക്കും വേഗം വരുന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ശേഷനായ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ഓർപ്പിച്ചതുപോലെ എന്റെ പേര് ബാലചന്ദ്രൻ പിള്ള എന്നാണ്. കൊട്ടാരക്കരയ്ക്ക് സമീപം പനവേലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവന്നപ്പോൾ ഇടയായിത്തീർന്നു. എന്റെ പിതാവിന്റെ പേര് രാഘവൻ പിള്ള എന്നും എന്റെ മാതാവിന്റെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണ്. ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഇളയവനാണ്. എനിക്ക് മൂത്തതായിട്ട് 10 പേരാണുള്ളത്. 7 സഹോദരിമാരും 3 സഹോദരന്മാരുമാണുള്ളത്. അതിൽ ആദ്യമായിട്ട് ദൈവം എന്നെയാണ് കണ്ടത്. എൻ്റെ മാതാപിതാക്കൾ ഹോട്ടൽ നടത്തിയാണ് ഞങ്ങളുടെ ഉപജീവന മാർഗത്തിനായിട്ടുള്ള ക്രമീകരണങ്ങളെ ഒരുക്കിയത്. എൻ്റെ 7 പെങ്ങന്മാരെയൊക്കെ പിതാവ് വിവാഹം കഴിച്ച് അയച്ച അനന്തരം ഏകദേശം എനിക്കൊരു 10, 16, 17 വയസ്സുള്ളപ്പോൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് മരിച്ചു. അതിനുശേഷം പഠനം എന്നുള്ള കാര്യം വളരെ ദുസ്സഹമായി മാറി. തുടർന്ന് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സഹായത്തോടു കൂടി പ്രീ ഡിഗ്രി വരെ പഠിക്കുവാൻ ഇടയായി. അതിനുശേഷം ജോലി തിരക്കി ഞാൻ പല സ്ഥലങ്ങളിലേക്കും പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു റെപ്രസെന്റേറ്റീവായിട്ട് തൊടുപുഴയുള്ള ഒരു കമ്പനിയിൽ, അഗ്രോ കെമിക്കൽ റിസർച്ച് ഹോം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് അവിടെ കൂടി വന്ന പ്രിയ സഹോദരങ്ങൾ, എന്നോടൊപ്പം സഹപ്രവർത്തകരായി വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ അവര് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഒട്ടുമിക്ക പേരും പെന്തക്കോസ് അനുഭവം പ്രാപിച്ചവരായിരുന്നു. അവര് എല്ലാ ദിവസവും വൈകിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന എന്നെ ഒത്തിരി ആകർഷിക്കുവാൻ ഇടയായി തീർന്നു. സ്വർഗനാട്ടിലെ പ്രിയൻ ചേർത്തിടം എന്നുള്ള മനോഹരമായ ഭവനമൊക്കെ ആ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോൾ ഒത്തിരി എന്നെ ആ പ്രാർത്ഥന എന്നെ വളരെ അതിലേക്ക് ആകർഷിക്കുന്നതൊക്കെ ഇടയായി തീർന്നു. തുടർന്ന് അവരെന്നെ പല ദിവസങ്ങളിലും നിർബന്ധിച്ചു പ്രാർത്ഥനയ്ക്ക് കടന്നു വരണം, ആരാധനയ്ക്ക് കടന്നു വരണം എന്നൊക്കെ ക്ഷണിക്കാൻ ഇടയായി തീർന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല എൻ്റെ ബാല്യകാലം. കാരണം ഞാൻ ജനിച്ചു കൊള്ളുന്ന സാഹചര്യത്തിൽ എൻ്റെ മാതാവ് തികഞ്ഞ ഒരു ഈശ്വരഭക്തിയായിരുന്നു. ക്ഷേത്ര ദർശനം ചെയ്യുക എൻ്റെ മാതാവിന്റെ ഒരു ദിനചര്യയായിരുന്നു. അമ്മയുടെ ക്ഷേത്രത്തിൽ പോകുക, അവിടെ ആചാരങ്ങളിലൊക്കെ നമ്മൾ സംബന്ധിക്കുക. അതിനുശേഷം അവിടെയുള്ള സംഘടനയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എൻ്റെ ഒരു ശീലമായി മാറി. RSS എന്ന് പറയുന്ന സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും തുടർന്ന് അതിന്റെ മുഖ്യ ശിക്ഷകൻ എന്ന പദവിയിലൊക്കെ വരാൻ ഇടയായിത്തീരുന്നത് കൊണ്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുക കഴിയുമായിരുന്നില്ല. എങ്കിലും ആ സഹോദരന്മാരുടെ സ്നേഹ, പ്രീതി, വാത്സല്യങ്ങളെ മനസ്സിലാക്കി ഒരിക്കൽ ഞാൻ കടന്നുപോയി. അവിടെ കർത്താവിന്റെ ദാസൻ എന്നോട് ഒരു വാക്ക് സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് അറിയില്ല, എങ്കിലും ഞാനെന്നെ പരിചയപ്പെടുത്തി. പക്ഷെ അവർ എന്ന സഭയായി ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അത് ഞാനങ്ങ് മറന്നുപോയി. അതിനുശേഷം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ അനന്തരം ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു. ഇവിടുന്ന് ഞാൻ ഗുജറാത്തിലേക്ക് കടന്നുപോയി. അവിടെ ഒരു ടയർ കമ്പനിയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. ആ ടയർ കമ്പനി വർക്ക് ചെയ്ത് വരവെ എനിക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയുമായിരുന്നില്ല. കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരുന്നു. വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ കടന്നു വന്ന ഒരു സഹോദരനുമായി സംസാരിച്ച് എനിക്ക് വേറെ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി തരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ
എന്നെ അവിടുത്തെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് എന്നെ അവിടെ പ്രവേശിപ്പാൻ ഇടയായിത്തീർന്നു. തുടർന്ന് അവിടെ നിന്ന് ഞാൻ ആ വർക്കുകളൊക്കെ പഠിച്ച് ഒരു മെക്കാനിക്കൽ ഡിപ്ലോമ അവിടെ നിന്ന് ഈ ഫാക്ടറിക്കകത്തുള്ള പൈപ്പ് ലൈനുകൾ, സ്ട്രക്ചറുകൾ, അതിന്റെ ഇൻസ്റ്റലേഷൻ വർക്കുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇടയായിത്തീർന്നു. മെയിനായിട്ട് അതിന്റെ പൈപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർമാൻ കം സൂപ്പർവൈസറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈശ്വരഭക്തനായി പോകുമ്പോൾ തന്നെ എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ എവിടെ പോയാലും ഒരു പടം കൊണ്ടുവച്ച് അതിന് ഒരു വിളക്ക് കൊളുത്തുക എൻ്റെ പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പ്രാർത്ഥന അവിടെയും ആരംഭിക്കാൻ ഇടയായിത്തീർന്നു. കുട്ടിക്കാലം മുതലേ ഒരു സത്യ അന്വേഷി ആയതുകൊണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു, യഥാർത്ഥമായ ഒരു ഈശ്വരനുണ്ടോ, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം കുട്ടിക്കാലം മുതലേ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യ നിർമ്മിതമാകുന്ന ക്ഷേത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇത് തന്നെയാണോ ഈശ്വരൻ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ അങ്കുരിച്ചു വന്നിരുന്നു. പക്ഷെ എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നിനെ പുറകെ ഒന്നായി അനർത്ഥങ്ങളും വേദനകളും എന്നെ വേട്ടയാടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ഒരു വാഹനം ഇടിച്ച് എന്റെ വലതുകാലം ഒടിഞ്ഞ് പഠനം തുടരാൻ കഴിയുമോ എന്ന സന്ദേഹം ഉണ്ടാകുമാറ് ചില അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ ആ കാല് ശരിയായി. തുടർന്ന് പ്രീ ഡിഗ്രി പഠിക്കുവാൻ ഇടയായിത്തീർന്നു. ആ +2 പ്രീ ഡിഗ്രിയുടെ അവസാന സമയത്തുമ്പോഴും പെട്ടെന്ന് ഒരു ദിവസം വീട്ടിലെ വെള്ളം തീർന്നു പോയപ്പോൾ അമ്മ പറഞ്ഞു, മോനെ താഴെ വീട്ടിൽ പോയി 2 തൊട്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വെള്ളം കോരാൻ പോയ സമയത്ത് അതിന് വട്ടക്കെട്ടില്ലാത്ത കിണറായതുകൊണ്ട് ഞാൻ അതിനകത്ത് ബലം പ്രയോഗിച്ച് വെള്ളം കോരി. അങ്ങനെ പാല പൊടിഞ്ഞ് കിണറ്റിലേക്ക് പോയി അതിനകത്ത് കിടന്ന് മരിക്കേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ സംജാതമായി. എന്നാൽ സർവശക്തനായ ദൈവത്തിന് എന്നെ അവിടെയും വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെയും എന്നെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. ആരൊക്കെ ഓടി വന്ന് എന്നെ പിടിച്ച് കരക്കെടുക്കുവാൻ ഇടയായിത്തീർന്നു. തുടർന്ന് ഞാൻ പറഞ്ഞതുപോലെ ജോലിക്കായി ഗുജറാത്തിൽ ചെന്ന് വർക്ക് ചെയ്ത് വരവേ അവിടെ വെച്ച് പൈപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കുകളൊക്കെ ചെയ്തു വരുമ്പോൾ പലപ്പോഴും ഉയരങ്ങളിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഞാനൊരു ബറോഡ എന്ന് പറയുന്ന സ്ഥലത്ത് റെനോളി എന്ന ഒരു ഗ്രാമത്തിൽ GSVL എന്ന് പറയുന്ന ഫാക്ടറിക്കകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ ക്ലോറിൻ ഗ്യാസ് ലീക്കായിട്ട് അത് സ്പ്രെഡ് ഔട്ട് ആയി ഒരുപാട് പേര് ബോധരഹിതരായി വീഴുന്നത് കാണുവാനിടയായി തീർന്നു. പെട്ടെന്ന് അലാറം മുഴങ്ങി ഞാനും അവിടെ നിന്ന് താഴേക്ക് ഓടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഞാനും ബോധരഹിതനായി. ഏകദേശം ഒരാഴ്ചയോളം ഓർമ്മയില്ലാതെ ജീവനും മരണത്തിനും ഇടയിൽ വെല്ലുവിളിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നാൽ സർവശക്തനായ ദൈവം അവിടെയും എന്നെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ തക്കൊന്നും ഇടയായിത്തീർന്നില്ല. അങ്ങനെ ജോലി സംബന്ധിച്ച് ഞാൻ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഗൾഫിലേക്ക് പോകുവാൻ ഇടയായിത്തീർന്നു. കുവൈറ്റില് ഞാൻ എത്തപ്പെട്ടു. അവിടെ ഒരു കമ്പനിയുടെ സംഗ്യോങ് എന്ന് പറയുന്ന ഒരു കൊറിയൻ കമ്പനിയുടെ പൈപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തു വരവേ പല ജീവിതത്തിലെ പല പ്രയാസങ്ങളും നേരിടുവാൻ ഇടയായിത്തീർന്നു. ജോലിയിലെ പ്രയാസങ്ങള്, മറ്റ് പ്രയാസങ്ങളെല്ലാം നേരിട്ട സമയത്ത് സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ജോലിയുടെ ടെൻഷനുകളും മറ്റിതര പ്രയാസങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ പല രാത്രി ഉറങ്ങുവാൻ പോലും കഴിയാതെ നിരാശയുടെ ആഴക്കയത്തിലേക്ക് ഞാൻ നിബന്ധിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ പല രാത്രികൾ ഉറങ്ങുവാൻ കഴിയാതെ യഥാർത്ഥമായി ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, യഥാർത്ഥമായ ഒരു ദൈവമുണ്ടോ? സാക്ഷാൽ ഒരു ദൈവമുണ്ടോ? ദൈവമുണ്ട്, ഈശ്വരനുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നു. എന്നാൽ യഥാർത്ഥമായ ഒരു ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യം എന്റെ മനസ്സിന്റെ അകതാരിൽ അങ്കുരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ ചോദിച്ചു വരവേ പല ദിവസവും ഉറങ്ങാൻ പോലും കഴിയാതെ ഭാരപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ പാർക്കുന്നത് കുവൈറ്റിലുള്ള താരിഖ് അഫ്ഗാനി ക്യാമ്പിന്റെ വഫ്ര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്യാമ്പിലാണ് ഞാൻ താമസിക്കുന്നത്. ഏകദേശം 20,000 പേർ പാർക്കുന്ന അതിബൃഹത്തായ ഒരു ക്യാമ്പാണത്. എല്ലാ നാട്ടുകാരും അവിടെ ഉണ്ട്. അവിടെ വെച്ച് പല രാത്രി പോലും ഉറങ്ങാൻ കഴിയാതെ നിരാശപ്പെട്ട് ഭാരപ്പെട്ടപ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, യഥാർത്ഥമായ ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിലായിരിക്കുമ്പോൾ എന്റെ റൂമിന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഞാൻ ആ ഡോറ് പോയി തുറന്നു. അപ്പോൾ ഒരു ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ എന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എന്നോട് പ്രകാരം പറഞ്ഞു, സഹോദര, ഞാന് ഒരു ദൈവിക ദാസനാണ്, ഒരു ദൈവിക ആലോചന അറിയിക്കാനാണ് കടന്നു വന്നിട്ടുള്ളത്. താങ്കൾക്ക് അല്പ സമയം എനിക്ക് ചിലവഴിക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എന്റെ ഭവനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. കാരണം എന്റെ ഭവനത്തില് മാതാവ് ഈശ്വര വിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ചില പെന്തക്കോസ് അനുഭവം പ്രാപിച്ച ദൈവദാസിമാര് ഞങ്ങളുടെ നാട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ എന്റെ മാതാവ് പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കി നിൽക്കുന്നത് കുട്ടിക്കാലം മുതലേ ഞാൻ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 4-5 വയസ്സ് ഓർമ്മയുള്ള സമയത്ത് എൻ്റെ അമ്മ തലയിൽ തുണിയിട്ടുകൊണ്ട് വരുന്ന അമ്മച്ചിമാര് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മച്ചിയുടെ മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട് അവര് കടന്നു വരുന്ന മാതാക്കൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കടന്നു വരാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്റെ റൂമിലേക്ക് കടന്നു വന്നതിന്റെ എന്നോടൊപ്പം എന്റെ ബെഡിൽ ഇരിക്കാതെ കൊണ്ട് ഇടയായിത്തീർന്നു.
എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരനോട് ചില സന്ദേശങ്ങൾ പറയാനുണ്ട്. സഹോദരൻ വലിയ വിഷമത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യാന്വേഷിയാണ്. അതുകൊണ്ട് ഈശ്വരനാണ് ഇപ്പോൾ എന്നെ താങ്കളുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ, എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ജനമേ, പെട്ടെന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തലകൾ ഉണക്കി. ഞാൻ കണ്ണടച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അന്യഭാഷ അടയാളത്തോടെ വളരെ ശക്തമായി ചില ആലോചനകൾ എന്നോട് പറയാത്തപ്പോൾ ഇടയായി തീർന്നു. നിന്നെ ഉണ്ടാക്കിയവനും നിന്നെ ഉരുവാക്കിയവനും നിന്നെ സൃഷ്ടിച്ചവനുമാകുന്ന മഹാദൈവമാകുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ ഗർഭം മുതൽ ഇന്ന് വരെ ഞാൻ നിന്നെ താങ്ങി. ജീവിതത്തിന്റെ വഴിത്താരകളല്ല, ഞാൻ പിന്നിട്ട ഓരോ വഴിത്താരകളും ഞാൻ ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ എങ്ങനെ വായിക്കുമോ അതുപോലെ പ്രവചനാത്മാവിൽ അദ്ദേഹത്തോട് സംസാരിപ്പതപ്പോൾ ഇടയായി തീർന്നു. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ വാഹനം പിടിച്ച് വലതുകാലം ഒടിഞ്ഞത്. +2 പഠിച്ചപ്പോൾ ഞാൻ പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചു പോകാൻ ഇടയായതും, 3ാമതായി ശ്വാസമുട്ടലുണ്ടായി മരിക്കുവാൻ ഇടയായ സാഹചര്യങ്ങളും, ഇങ്ങനെയുള്ള 3 മരണാനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായി പ്രവചിച്ച അനന്തരം ഇപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ താൻ ആയിരിക്കുന്നത് വളരെ ഒരു പ്രതിസന്ധിയിലാണ്. ഒരുപാട് ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും നാടും വീടും വിട്ട് ഈ മണലാരണ്യത്തേക്ക് താങ്കൾ വന്നുവെങ്കിലും തന്റെ ജീവിതം വളരെ ദുസ്സഹമാണ്. ഒരുപക്ഷെ ഒരുപാട് സാധനങ്ങൾ പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ള ആഗ്രഹത്തോടും അഭിലാഷത്തോടും കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ പെട്ടിക്കകത്ത് ഒരു പാക്റ്റായി താൻ തന്നെ മടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്നത്. ഒരു പെട്ടിക്കകത്ത് ശവമായിട്ട് ഭവനത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഒരു മരണം മാറ്റി ആ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ നിന്നെ രക്ഷിപ്പാനായി ഇറങ്ങി വന്ന സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തുവാണ് ഞാൻ. എനിക്ക് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയൂ എന്നുള്ള പ്രവചന ശബ്ദം എനിക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ പ്രവചനം കേട്ടപ്പോൾ ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്, തീർത്ഥയാത്ര പോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും എന്നോട് സംസാരിക്കാത്ത, എന്നെ അറിയാത്ത ഹോമവിഗ്രഹങ്ങളും മറ്റുമായി നിൽക്കുമ്പോൾ, എന്നോടൊന്നും സംസാരിക്കാതിരിക്കുമ്പോൾ, എന്റെ ഹൃദയം അറിഞ്ഞ്, എന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ അറിഞ്ഞ്, വേദനകളെ അറിഞ്ഞ്, എന്നെ അറിയുന്ന, നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം എനിക്ക് അന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാൻ നിനക്ക് ചില വഴികളെ തുറന്നു തരും. നിന്റെ മുൻപിലുള്ള ഗമനത്തെ ഞാൻ നേരെയാക്കും. ഇങ്ങനെ പ്രവചനാത്മാ പറഞ്ഞു, എനിക്ക് ഒരുവനോട് പ്രസാദം തോന്നിയാൽ ഞാൻ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കും. ആകയാൽ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ഇങ്ങനെ പറഞ്ഞിട്ട് ആ പ്രവചനം അവസാനിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസനെ, ദൈവജനമേ, പെട്ടെന്ന് ഞാൻ ഒരു കുഞ്ഞിനെ പോലെ കരയുവാനും വിതുമ്പുവാനും തുടങ്ങി. കാരണം ഞാൻ ഇതുവരെയും അന്വേഷിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥമായ ഒരു ഈശ്വരനുണ്ടോ, യഥാർത്ഥമായ ഒരു സത്യമുണ്ടോ, എന്നെ അറിയുന്ന ഒരു ഈശ്വരനുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മുമ്പില് പല വാതിലുകളും മുട്ടിയെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ, തീർത്ഥയാത്രകൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പ്രശ്നാരികള്, മന്ത്രവാദികള്, ഇന്ന് വേണ്ട സകല വ്യക്തികളെയും പോയി, കൈനോട്ടക്കാർ, എല്ലാവരോടും ഭാവിക്ക് വേണ്ടി പല വാതിലുകളും മുട്ടിയെങ്കിലും അവർക്ക് ആർക്കും എന്നോട് സംസാരിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ തേടിപ്പോകാതെ എന്നെ തേടി വന്ന് എന്നോടുള്ള ആലോചന അറിയിച്ചവനാണ് സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വത്സല സഹോദരങ്ങളെ, ആ യേശു ക്രിസ്തുവിന്റെ പൈതലായി, ആ യേശു ക്രിസ്തുവിന്റെ മകനായി ഞാൻ അന്ന് എന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ ദയായിത്തീർന്നു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പ്രവചനം പറഞ്ഞു, ഞാൻ നിനക്ക് സഹായത്തായ വഴികളെ ഒരുക്കും എന്ന് പറഞ്ഞ് അവിടെ വിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ ദൂരത്തോട് നോക്കി നിന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്ന് അകലുകയാണ്. ആരാണോ എന്താണോ എവിടെ നിന്നാണോ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ചില വ്യക്തികളെ സഹായത്തിനായി തരും. അപ്പൊ 1-2 ദിവസം മുന്നോട്ട് കഴിഞ്ഞു പോയി. ഒരു ബുധനാഴ്ച ദിവസം ഞാൻ എന്റെ സൈറ്റിലേക്ക് ഞാൻ കടന്നുപോയി. ഞാൻ പൈപ്പിംഗ് സൂപ്പർവൈസറാണ്. ഞങ്ങൾ താമസിക്കുന്ന കമ്പനിയിലെ സൂപ്പർവൈസേഴ്സിന് പ്രത്യേകിച്ച് അക്കോമഡേഷൻ ആണ്, നല്ല ഫെസിലിറ്റീസ് ആണ്, നല്ല ഫുഡ്, നല്ല താമസ സൗകര്യം, വാഹന സൗകര്യങ്ങൾ, എല്ലാ ക്രമീകരണങ്ങളും ഉള്ള ഒരു നല്ല കമ്പനിയാണ് സന്ധ്യം എന്ന് പറയുന്ന കൊറിയൻ കമ്പനി. അപ്പോൾ അതിന്റെ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞ ഏകദേശം 400-500 KD ശമ്പളം 99-2000 കാലഘട്ടങ്ങളിലുണ്ട്. നല്ല ഒരു 1.5 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുടെ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ജോലിക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ, ഞാനിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, ഞാനിങ്ങനെ ജോലി ചെയ്യുന്ന സൈറ്റിൽ എന്റെ ഗ്രൂപ്പിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ ഒരു പാട്ടിങ്ങനെ പാടുകയാണ്. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ.
തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീര് മന്നിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഈ മരുഭൂമിയില്, ചൂടേറുന്ന മരുഭൂമിയില്, അതായത് ഇരുമ്പുകള് പഴുത്ത് കിടക്കുന്ന ആ മരുഭൂമിയില് പൈപ്പുകളും സ്ട്രക്ചറിന്റെ പ്ലേറ്റുകളും മറ്റിതര സാധനങ്ങളും ചൂടേറി കിടക്കുന്ന താഴ്ന്നും മേളിൽ നിന്നും ഒരുപോലെ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു സഹോദരൻ യേശുവിന് വേണ്ടി പാടുന്ന കേട്ടപ്പോൾ ആ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എന്റെ മനസ്സ് വല്ലാതെ അടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ചെന്നത് സഹോദരന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു ജോയ്മോൻ ജോർജ്. ഞാൻ പറഞ്ഞു എവിടെയാണ് സ്ഥലം? പുനലൂരിനടുത്തുള്ള കാരിയറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ എത്ര നാളായി ജോലി ചെയ്യുന്നു? ചില വർഷങ്ങളായി ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹവുമായി പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ മനോഹരമായ ഗാനങ്ങളൊക്കെ പാടാൻ ഇടയായത്? അപ്പൊ ഞാൻ സൂപ്പർവൈസറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇവിടെ വരാൻ ഒരു യോഗ്യത എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്റെ ഹാർട്ടിന്, ഞാൻ ബോംബെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വെച്ച് മേളിൽ നിന്ന് താഴെ വീണ് നെഞ്ചിനകത്ത് ഒരു ക്ഷതം ഉണ്ടായിട്ട് രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഗൾഫിലേക്ക് വരാൻ മെഡിക്കൽ ഫിറ്റ് ആവത്തില്ല. അങ്ങനെ പല പ്രാവശ്യവും മെഡിക്കൽ അൺഫിറ്റ് ആയി പോയി ഞാൻ അവിടെയുള്ള ബോംബെയിലുള്ള ഒരു കർത്താവിന്റെ ദാസന്റെ അടുക്കൽ പോയി ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. ഇനി നീ പോയി മെഡിക്കൽ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ പോയി എടുത്തപ്പോൾ ഞാൻ ഫിറ്റായി. അങ്ങനെ ഞാൻ അന്ന് മുതൽ യേശുവിന്റെ പൈതലാണ്. അന്ന് മുതൽ യേശുവിനെ പാടാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എപ്പോ സമയം കിട്ടിയാലും ഞാൻ യേശുവിന് വേണ്ടി പാടും. അങ്ങനെ എന്റെ ആദ്യ ഫ്രണ്ടായിട്ട് എനിക്ക് ദൈവം ആ ഒരു സഹോദരനെ, ആ ദൈവദാസൻ ദൂത് പറഞ്ഞതുപോലെ എന്റെ മുമ്പിലേക്ക് ഒരു വഴികാട്ടിയായി കൊണ്ടുവന്നു. അദ്ദേഹമായിട്ട് നല്ല ചങ്ങാത്തം കൂടി. അദ്ദേഹത്തിലൂടെ ദൈവം അവിടെയുള്ള ക്യാമ്പിലുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് ദൈവം എന്നെ നയിച്ചു. അപ്പോൾ ഞാൻ പറയട്ടെ, അന്ന് ദൈവദാസൻ വന്ന് പ്രവർത്തിച്ചു പോയ അനന്തരം അന്ന് വൈകിട്ട് ഞാൻ ആദ്യമായി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൈന്ദവ നായർ തറവാട് ജനിച്ചു വന്ന വ്യക്തിയാണ്. 33 ദൈവങ്ങളും 6600 അസുരഗണങ്ങളും 1001 ബലൂണ്ട ദേവതകളും മാണ്ടനും അറിയും വേയും പിശാചുക്കളും നാഗങ്ങളും എല്ലാം ഉള്ള ഒരു തറവാട്ടിൽ നിന്നുകൊണ്ട് യേശുവിന്റെ പേര് നാവിലെടുക്കുക എന്നുള്ളത് നമുക്ക് കഴിയുമായിരുന്നില്ല. കാരണം സാഹചര്യം അങ്ങനെയുള്ളതായിരുന്നു. മാത്രമല്ല മറ്റ് പല ചിന്തകളും വിദേശ മിഷണറിമാർ ഇറക്കുമതിയാണ് ക്രിസ്തു എന്നുള്ള പല പഠിപ്പിക്കലുകളും നമുക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ലെങ്കിലും ആ ദേവദാസൻ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിനക്കൊരാളെ സഹായത്തിൽ തരും, നിന്നോട് ദൈവം സംസാരിക്കും, നീ യേശുവോട് പ്രാർത്ഥിക്കും. അന്ന് പ്രാർത്ഥിക്കാൻ അറിയാത്ത ഞാൻ അന്ന് വൈകിട്ട് ഞാൻ ഏകനായിരിക്കുമ്പോൾ എന്റെ റൂം ഭാഗത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. ബെഡിലിരുന്ന് കൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവാകുന്ന യേശുവേ, ഞാൻ അസ്വസ്ഥനാണ്. ഒരു പക്ഷേ അദ്ദേഹം പ്രവചിച്ചതുപോലെ എന്റെ ശവമായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. എന്നാൽ എനിക്കൊരു ജീവിതം അങ്ങ് തരുന്നെങ്കിൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്കായി സമർപ്പിക്കാം. ബാക്കിയുള്ള ശിക്ഷ ജീവിതം അങ്ങ് പറയുന്ന വഴിയിൽ ഞാൻ ജീവിക്കാമെന്ന് ഒരു ഉടമ്പടി ചെയ്ത് ഞാൻ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് എന്ത് രാത്രി ഒന്ന് ഉറങ്ങണം. ഉറങ്ങിട്ട് ചില ദിവസങ്ങളായി സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതുകൊണ്ട് എനിക്കൊന്ന് മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ എനിക്ക് വലിയ കൊതിയാകുന്നത് കൊണ്ടൊന്ന് ഉറങ്ങാൻ കഴിയണം കർത്താവേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കാനിടയായി. അന്ന് ഞാൻ പെട്ടെന്ന് പോയി ക്യാൻറ്റീനിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി. നല്ലതുപോലെ ഉറങ്ങി. പ്രിയ കർത്താവിന്റെ ദാസനെ, ദൈവജനമേ, പെട്ടെന്ന് തന്നെ ദൈവം ദർശനം കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആകാശം തുറന്ന് പ്രകാശം ഇങ്ങനെ ഇറങ്ങി വരികയും ആ പ്രകാശം ഇങ്ങനെ മഞ്ഞിറങ്ങി വരും പോലെ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയും പെട്ടെന്ന് ഞാൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിനകത്തൊരു 7 കുതിര നിൽക്കുകയാണ്. 7 കുതിരയുടെ നടുവിൽ ക്രിസ്തു തേജസ് വാരിച്ചിട്ടവനായ മഹാദൈവം നടുക്ക് നിൽക്കുന്നതായി കാണുന്നു. അപ്പുറവും ഇപ്പുറവും 6 ദൂതന്മാര്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട്, പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ പാത പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ സേവിച്ച ദൈവങ്ങളൊക്കെ എന്നെ തേടി വരുമായിരിക്കാം. ഒരു പക്ഷേ ഞാൻ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നത് കൊണ്ട് ശ്രീകൃഷ്ണൻ എന്നെ മടക്കി വിളിക്കാൻ വരികയായിരിക്കും എന്നുള്ള ചിന്തകളെ കടന്നു പോയപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ 5 കുതിരയുള്ള 7 കുതിരയുണ്ട്. 7 നമുക്കറിയാം ഒരു പൂർണ്ണസംഖ്യയാണ്. 7 കൊണ്ടാണ് പ്രപഞ്ചത്തെ ദൈവം നിർമ്മിച്ചിട്ടുള്ളത്. 7 നിറങ്ങൾ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതുപോലെ തന്നെ 7 സ്വരങ്ങൾ, സാരിഗമ പദനി, 7 യുഗങ്ങള്, 7 ദിവസങ്ങള്, 7 വൻകരകള്, അങ്ങനെ എല്ലാം 7 കിടക്കുകയാണ്. അപ്പൊ 7 ഒരു പൂർണ്ണസംഖ്യയാണെന്ന് എനിക്ക് അന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വചനം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് 7 പൂർണ്ണസംഖ്യയാണെന്ന്. അപ്പോൾ ഞാൻ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുന്ന പ്രകാശധാരിയായി വരുന്ന കർത്താവ് എന്നെ ഇങ്ങനെ കയ്യാട്ടി മാടി വിളിക്കുന്നു, മോനെ ധൈര്യമായിട്ട് പോരെ, ഞാൻ നിന്നെ സഹായിക്കാം, ശക്തീകരിക്കാം, നിനക്കൊരു ദോഷവും വരത്തില്ല, ഒരണത്വം ഭവിക്കില്ല. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയാണ്, നിന്റെ ഭവനത്തിന്റെ വാതിൽക്കൽ ഒരു കരിങ്കടി പൊട്ടി വെച്ചിരിക്കുന്നു, അധികം താമസിയാതെ അത് അർത്ഥസമ്പൂർണമായി മാറും, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറയും, കർത്താവേ, മരണമല്ല, എനിക്ക് ജീവനാണ്, ജീവിക്കണം, അതുകൊണ്ട് എനിക്ക് അതിനുള്ള വഴികളെ തുറന്നിടണമെന്ന് പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ ക്രിസ്തു എന്നെ മാടി പിടിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതിച്ച് പെട്ടെന്ന് ഞാൻ ഓർമ്മയിലേക്ക് കടന്നു. രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്, ആ ദർശനം കാണുകയാണ്.
പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്നും കാണുന്നില്ല, ആരെയും അടുത്ത് കാണുന്നില്ല. പെട്ടെന്ന് കുറെ നേരം ഇങ്ങനെ എന്താണ് ആലോചിച്ച് കിടന്നു. കുറെ കഴിഞ്ഞ് വീണ്ടും 2-3 മണിക്കൂർ ഉറക്കത്തിലേക്ക് പോയി. രണ്ടാമത് ഞാൻ പോകാത്തത് കൊണ്ട് ആ കുതിരപ്പുറത്തുനിന്ന് കർത്താവ് ഇങ്ങനെ ഇറങ്ങി ഞാൻ കിടക്കുന്ന ബെഡിന്റെ അരികിലേക്ക് വന്ന് എന്റെ കാൽപ്പാത ഇരുന്നുകൊണ്ട് ആ ദേവദാസൻ എവിടെ വന്നിരുന്നു അതുപോലെ വന്നിരുന്നുകൊണ്ട് 2 കൈ നീട്ടി എന്നെ കാണിച്ചു. ഈ കരത്തിലെ മുറിവുകൾ നിന്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും മരണത്തിനും പൈശാചിക ബാധകളെ ജയിക്കാൻ തക്കവണ്ണം ഞാൻ കൊണ്ട പങ്കപ്പാടുകളാണ്, ഞാൻ സഹിച്ച പാടുകളാണ്. ഇതിൽ നിന്ന് പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ മരണത്തിനോ ഈ ലോകത്തിലുള്ള വരുവാനുള്ള ഒന്നിനും നിന്നെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതിനുവേണ്ടി അതിനുവരെല്ലാം ജയം പ്രാപിച്ചവനായ ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മാത്രം എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ കേൾപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ അപ്പോഴും ഞാൻ ഇങ്ങനെ വിതുമ്പാൻ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കുന്നല്ലോ, ഇടപെടുന്നല്ലോ എന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കാൻ ഇടയായി തീർന്നു. മൂന്നാമതായിട്ട് തന്നെ ഒരു നമ്പർ എഴുതി കാണിച്ചു. ആ നമ്പർ എന്താണെന്ന് എനിക്ക് അന്നേരം ഞാൻ മറന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു നമ്പർ ഇങ്ങനെ കാണിച്ചു. AP എന്നിങ്ങനെ ഓർമ്മയുണ്ട്, ബാക്കി നമ്പർ ഞാൻ മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് എന്നെ പിറ്റേ ദിവസം ഞാൻ സഹോദരൻ പാട്ട് പാടിയിട്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വൈകിട്ട് ക്യാമ്പിൽ വന്നപ്പോൾ ക്യാൻറ്റീനിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടു. എന്നോട് ചോദിച്ചു, സാറ് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ക്യാമ്പിൽ തന്നെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്. ഇന്ന് ഒരു ബുധനാഴ്ചയാണ്. വൈകിട്ട് കുവൈറ്റ് ടൗണിൽ നിന്ന് സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പാസ്റ്റർ കടന്നു വന്ന് തിരുവചനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കടന്നു വരുന്നെങ്കിൽ സാറ് വന്നാൽ സ്വാഗതം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വരണം, ഞാനും വരുന്നു. പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ പ്രാർത്ഥനാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനാ ഹാളിന്റെ വാതിക്കൽ കഴിഞ്ഞ രാത്രി അവസാനം എന്നെ കാണിച്ച AP 112 എന്നുള്ള ആ നമ്പർ എഴുതി വെച്ചിരിക്കുക. പെട്ടെന്ന് എന്റെ കണ്ണ് നിറയാനിടയായിരുന്നു. കാരണം കഴിഞ്ഞ രാത്രി ദൈവം ദർശനത്തിലൂടെ ഇടപെട്ട ഒരു നമ്പർ ദൈവം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ആരും പറയാതെ എന്നെ ഉറപ്പിക്കേണ്ടതിന് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ കണ്ണുനീരോടെയാണ് ഞാൻ ആ ഹാളിലേക്ക് പ്രവേശിച്ചത്. ഏകദേശം 10-60 ചെറുപ്പക്കാരുണ്ടായിരുന്ന ആ പ്രാർത്ഥനാ ഹാളിന്റെ ഏറ്റവും ബാക്കിലായി ഞാൻ മാറിയിരുന്നു. അന്ന് വന്ന ശേഷനായ ഒരു ദേവദാസൻ, വളരെ സുമുഖനായ, ആരോഗ്യ ദൃഢഗാത്രനായ, ഒത്തിരി ഇഷ്ടം തോന്നുന്ന, നല്ല ഒരു 60 വയസ്സോളം പ്രായമുള്ള ഒരു അർദ്ധവൃദ്ധൻ എന്ന് പറയപ്പെടുമാറ് നല്ല ഒരു തേജോമയനായ ഒരു ദേവദാസനാണ് അന്ന് അവിടെ കടന്നു വന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ പാട്ടുകളൊക്കെ പാടി, കീർത്തനങ്ങളൊക്കെ പാടി ആരായ ശേഷം അദ്ദേഹം പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ബൈബിൾ ക്ലാസ് അല്ല എടുക്കുന്നത്. എനിക്ക് ചെറിയ ഒരു സന്ദേശം നിങ്ങളോട് പറയുവാനായിട്ട് എനിക്ക് നിയോഗമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്റെ പ്രാർത്ഥനാ മുറിയിൽ അതിനിടയിൽ പലരും ഇനിയും സത്യം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സത്യത്തിന്റെ വചനങ്ങളെ ഒന്നുകൂടെ നിങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ഒരു ചെറിയ ലഘു സന്ദേശം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മർക്കൂസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36 ആസ്പദമാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനമെന്നും, അപ്പോൾ തന്നെ ഒരു വാക്യം കൂടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് 2 വചനത്തെ എടുത്തുകൊണ്ട് വളരെ ശക്തമായ, വളരെ ആഴമേറിയ, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ആ ദൈവദാസനിലൂടെ ഞങ്ങളുടെ കൂടത്തോട് സംസാരിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. പ്രിയ എന്നെ കേൾക്കുന്ന വത്സല്യ ദൈവദാസനും ദൈവജനമേ, വീണ്ടും ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം ദൈവത്തിന്റെ ആ ഒരു ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ എന്നോടുള്ള ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ കരയാൻ തുടങ്ങി. അദ്ദേഹം ആ വചനത്തെ വാക്യാരിപ്പത്തെ കൊണ്ട് ഇടയായി തീർന്നു. ആ വാക്യത്തെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ 3ആയി തിരിച്ചുകൊണ്ട് ആ വചനത്തെ വ്യക്തമാക്കി തരാൻ ഇടയായി തീർന്നു. എന്താണ് മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം അവലംബിച്ച മാർഗങ്ങളെ കുറിച്ചും മനുഷ്യൻ കണ്ടുപിടിച്ച ഉപാധികളെ കുറിച്ചും അവസാന മനുഷ്യന്റെ ഉപാധികൾക്കോ ദൈവം വെച്ച പ്രവർത്തികൾക്കോ കഴിയാത്തത് കൊണ്ട് മഹാദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വേണ്ടി വന്നു. അതാണ് സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു എന്നും ആ യേശു ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് ദൈവം നൽകുന്ന ആ രക്ഷയുടെ പദ്ധതിയെ കുറിച്ച് വളരെ സവിസ്തരമായി കർത്താവിന്റെ ദാസൻ വർണ്ണിപ്പാനിടയായി തീർന്നു. ക്രിസ്തു വന്നത് ആമേൻ സ്തോത്രം പാപപരിഹാരത്തിനാണെന്നും ദൈവത്തെ ആർക്കും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യൻ വിഗ്രഹങ്ങളെ വണങ്ങുന്നെന്നും ദൈവവചന വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുവെന്നും ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാക്ഷാ ദൈവം തന്നെ ജഡാവതാരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു സാക്ഷാ ശ്രീ ക്രിസ്തുവെന്നും വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം കേട്ടപ്പോൾ കുഞ്ഞിനെ പോലെ അവനെ കരഞ്ഞുകൊണ്ട് ഇന്നനുഭവിക്കുന്ന പാപവും ശാപവും രോഗവും മരണവും മരണാനന്തരം പിശാചും അവരുടെ ദൂതന്മാർക്കും ദൈവം ഒരുക്കിയ നരകത്തിലേക്കുള്ള നമ്മുടെ പോക്കും എല്ലാം ആ ദൈവവചനത്തിന്റെ ആധികാരം കൊണ്ട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നുമുള്ള സത്യം തിരിച്ചറിഞ്ഞിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ അറിയാതെ ക്രിസ്തുപാദം പോകുവാൻ
ക്രിസ്തുവിന്റെ പാദം ചുംബിക്കുവാനുള്ള മനസ്സോടെ ഞാൻ നമ്രശിരസ്കനായി അവിടെ ഇരിപ്പതക്കണം ഇടയായിത്തീർന്നു. അവിടെ കടന്നു വന്ന ദൈവദാസനും ഈ കടന്നു വന്ന ദൈവജനവും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പതക്കണം ഇടയായി. തുടർന്ന് ആ ക്യാമ്പില് എല്ലാ ദിവസവും വാഹനം വരും. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളിലും വാഹനം കടന്നു വരും. ഞങ്ങളെ അവിടെയുള്ള അഹമ്മദിയുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറയുന്ന കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി. വെള്ളിയാഴ്ച ഓഫുള്ള ദിവസങ്ങളൊക്കെ ഞാനും ആദ്യകാലങ്ങളിൽ കടന്നുപോയി ദൈവത്തെ ആരാധിച്ചു. എന്നാൽ വചനത്തിന്റെ സത്യങ്ങൾ ഓരോ പടി മനസ്സിലാകും തോറും പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചകളും കടന്നുപോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായി. അപ്പോൾ തന്നെ എന്റെ റൂം പാർട്ട്ണർ കൊട്ടാരക്കർ തന്നെയുള്ള സാംസൺ എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. ഞാൻ സാംസനെ പലപ്പോഴും നിർബന്ധിച്ചു. അപ്പോൾ സാംസൺ പറഞ്ഞു അതൊക്കെ മറ്റൊരു ഗ്രൂപ്പുകാരാണ്, തൽക്കാലം ബാല്യത്തിലും പോകും, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴുകാൻ ഇടയായി തീർന്നു. പക്ഷെ കൃപയാൽ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ എന്നെ ആകർഷിച്ചതുകൊണ്ട് ഞാൻ കടന്നുപോയി. അവിടെ കടന്നു ചെല്ലുമ്പോൾ അനുഗ്രഹീതനായ ഒരു ദേവദാസനാണ് അന്ന് അവിടെ സഭയുടെ ശുശ്രൂഷകനായിട്ട് നിലകൊള്ളുന്നത്. ഇന്നും ആ കർത്താവിന്റെ ദാസനുമായിട്ട് അഭേദ്യമായ ഒരു സ്നേഹബന്ധം എനിക്കുണ്ട്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ചാക്കോ ജോർജ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദേവദാസനാണ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ഡാളസിൽ അവിടെയുള്ള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ ദാസനോട് ചേർന്ന് വചനങ്ങൾ പഠിക്കാനും രക്ഷയെക്കുറിച്ചും രക്ഷയുടെ ആ 3 തലങ്ങളെ കുറിച്ചും മാനസാന്തരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വീണ്ടുജനനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വീണ്ടുജനനം എന്താണെന്നും അതിനെ എപ്രകാരം പ്രാപിക്കണം എന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ അനന്തരം പാപങ്ങളെല്ലാം ഓരോന്ന് ഓർമ്മിച്ചനന്തരം ഒരുപാട് പരസ്യ രഹസ്യ പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഓരോന്ന് തീരുമാനമെടുത്ത് ഓരോന്നായി പിടിതെടുത്ത് കളയുമെന്നൊക്കെ ഉള്ള ദിവസം അയച്ചു. അങ്ങനെ മാനസാന്തര അവസ്ഥയിൽ കടന്നു വന്നപ്പോൾ ദിവസം ആ കൂട്ടായ്മ വെച്ച് ഞാൻ എഴുതരുത് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് ഞാൻ എന്റെ കർത്താവാകുന്ന യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് വളരെ സവിസ്തരമായിട്ട് ഞാൻ ഉറക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ആ യോഗം കഴിഞ്ഞ അനന്തരം എന്റെ ഏറ്റവും സ്നേഹിതനും എന്നോടൊപ്പം സഹപ്രവർത്തകനുമായിരുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടും കൂടെ സേവനം അനുഷ്ഠിച്ച ഞങ്ങളുടെ സഭയിലെ ഞങ്ങളുടെ ആ കൂട്ടായ്മയിലെ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഒരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്ന നെൽസൺ സാർ ചോദിച്ചു, ബാലേന്ദ്രൻ, ഹൗ യു വിൽ സർവൈവ് ദിസ് ഓൾ പ്രോബ്ലംസ്, എങ്ങനെയാണ് നീ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പോകുന്നത്? ആസ് എ ഹിന്ദു, ആസ് എ RSS പേഴ്സൺ, ഹൗ ക്യാൻ യു ഗെറ്റ് ഓർ സർവൈവ് ദിസ് ഓൾ പ്രോബ്ലംസ്, എങ്ങനെ നീ ഇതിനെ അതിജീവിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ നല്ല നങ്കൂര കുറച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നു, അവൻ എന്റെ ഉപനിധിയാണ്, അന്ത്യത്തോളം കാക്കുവാൻ അവൻ ശക്തനാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഗോ ഹെഡ് എന്ന് പറഞ്ഞ് എന്നെ മുമ്പോട്ട് പ്രോത്സാഹിപ്പിച്ചുവിടാൻ കൊണ്ട് വിടുകയായി തീർന്നു. അങ്ങനെ കർത്താവിന്റെ ദാസൻ, എനിക്ക് ഒത്തിരി സ്നേഹമുള്ള ദേവദാസനാണ് എന്നെ വചനം പഠിപ്പിച്ച പാസ്റ്റർ ചാക്കോ ജോർജ്, ഡാളസിലുള്ള കർത്താവിന്റെ ദാസൻ. കർത്താവദാസൻ വളരെ എന്നെ കാണാൻ വരികയും എന്റെ ഊർ വരികയും വേണ്ടി പ്രാർത്ഥിക്കുകയും എന്റെ സ്നേഹിതനാകുന്ന പ്രിയ ജോയ്മൻ ജോർജിനെ കാണുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുൻപോട്ട് വരവേ ഒരു ദിവസം ഞാൻ സഭയിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ചോദിച്ചു, ബലേന്ദ്രൻ, ഇത് തമാശ പറയുകയല്ല, കാരണം രക്ഷിക്കപ്പെട്ടിട്ട് പിന്നോട്ട് വെക്കരുത്, കാരണം സ്തോത്രം കലപ്പിക്ക് കൈ കൊടുത്ത ശേഷം പിന്നോട്ട് മാറരുത്, കാരണം എന്ത് വന്നാലും മുൻപോട്ട് പോകാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കർമ്മത്തിലേക്ക് വരാവൂ. കാരണം ഇതൊരു കേവലം ഒരു കുളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനെ കാണിക്കാനോ എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടോ ഒന്നും ആകരുത്, മറിച്ച് എന്ത് വില കൊടുത്തും മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനു വേണ്ടി ഇറങ്ങത്തിരിക്കാവൂ. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പോയിട്ടോ സ്നാനത്തിലേക്കൊന്നും ബാലേന്ദ്രൻ വരണമെന്നില്ല. പിന്നെ കാരണം ബാലേന്ദ്രൻ അവിവാഹിതനാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ഇപ്പൊ 26-27 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇതിലേക്ക് മുതിരുന്നതൊക്കെ വേണം ഇടയാകേണ്ടതൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ടെന്നല്ല അർത്ഥം, കാരണം ഉറപ്പോടെ മാത്രമേ ചെയ്യാവൂ എന്നുള്ള വലിയ ബോധ്യത്തോടെ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല പാസ്റ്റർ, ഞാൻ അതേ ഉത്തരം വീണ്ടും പറഞ്ഞു, പാസ്റ്റർ, ഐ നോ ദാറ്റ് ഹൂം ഐ ബിലീവ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, അവൻ അന്ത്യത്തോളം കാക്കുവാൻ ശക്തനാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെ ആ സഭയുമായി ആലോചിച്ച അനന്തരം അഹമ്മദിൽ തന്നെയുള്ള മനോഹരമായ ഒരു സ്നാനക്കുളത്തില് എന്നെ കർത്താവിന്റെ ദാസനും ദൈവസഭയും മറ്റ് ചില ദൈവദാസന്മാരും കടന്നു വന്ന് എന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അവിടെ ജലത്തില് കർത്താവിന്റെ ഏറ്റവും വലിയ കൽപ്പനയാകുന്ന കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങൾ എത്തിച്ചതൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം എന്നുള്ള തിരുവചന പ്രകാരം എന്നെ സ്നാനപ്പെടുത്താൻ ഇടയായിത്തീർന്നു. തുടർന്നുള്ള ദിവസം എനിക്ക് സന്തോഷ ദിവസങ്ങളായിരുന്നു. ദൈവം എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ നൽകി ഒരു നല്ല ഗ്രേഡിലേക്ക് എന്നെ കൊണ്ടുവന്നു, എല്ലാ ഫെസിലിറ്റിയും നൽകി തന്നു. അങ്ങനെ മുൻപോട്ട് വരവേ എനിക്ക് വെക്കേഷൻ സമയമായി. വെക്കേഷൻ കടന്നു വന്ന്
ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ വിവാഹത്തിന്റെ സമയം ആണ്. ആ സമയം വീട്ടുകാരൊക്കെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വീട്ടിൽ വന്ന ഒരാളാണ്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ എന്റെ ബെഡ്റൂമിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ഈ വീട് അങ്ങയുടെ ഭവനമായി മാറണം. കാരണം എന്റെ മൂത്തതായിട്ട് 11 സഹോദരങ്ങളുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് മൂത്തത് 3 ജ്യേഷ്ഠന്മാര്, അതിന് മൂത്തത് 7 സഹോദരിമാര്. 7 സഹോദരിമാരെയും ഉള്ളതെല്ലാം കൊടുത്ത് അച്ഛൻ വിവാഹം കഴിച്ചു വിട്ടു. പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ അല്പാൽപ സ്ഥലത്തിനകത്ത് 5-10 സെന്റിനകത്ത് അവരൊക്കെ വീട് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിവാഹിതനാണ്, തുടരുന്നു. അപ്പോൾ വിവാഹം കഴിക്കണം. അപ്പൊ എവിടെ നിന്നൊരു പെൺകുട്ടിയെ ലഭിക്കുമെന്നുള്ള ഭാരമൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അങ്ങനെ ചിന്തിച്ചു വരവേ പല വിവാഹാർഹതകളും വീട്ടുകാര് ചില ദല്ലാൾ മുഖാന്തരം ഭവനത്തിൽ കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും എനിക്ക് താല്പര്യം. കാരണം എന്റെ മനസ്സിനകത്ത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയുള്ള ഒരു പൈതലിനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ മുൻപോട്ട് വരവെയാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ ഏകദേശം 2 കിലോമീറ്റർ അടുത്തുള്ള ഒരു സഹോദരി, അവിടെയുള്ള കുടുംബം ഈ ഹിന്ദു സമുദായത്തിൽ തന്നെ അവരെ ഒരു ഇളയ മകൻ ഇപ്പം ശാരീരിക വൈകല്യം ഉള്ളത് കൊണ്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കാനിടയായി തീർന്നു. അവരെ ഒരാൾ മുഖാന്തരം കാര്യങ്ങൾ അറിയിച്ചു. ആ കുടുംബത്തിൽ വിവാഹം നടത്തി. അങ്ങനെ അവർ അതിനെ സമ്മതമായി. അങ്ങനെ വിവാഹം നടത്തുവാനും, അങ്ങനെ എന്റെ ഭാര്യയുടെ പേര് സന്ധ്യ എന്നാണ്, സന്ധ്യ ബാലേന്ദ്രൻ എന്നാണ്. കുടുംബസ്ഥരായി ദൈവം ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. 3 പേര് 3 ഇടങ്ങളിൽ ആദ്യം ഓർപ്പിച്ചതുപോലെ അവര് 3 സ്ഥലങ്ങളിലായിട്ട്, ഒരാള് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് കഴിഞ്ഞ ശേഷം IT ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കായി 2 മാസമായി കയറി. രണ്ടാമത്തെ മോള് നഴ്സിംഗിന് ഇപ്പോൾ 2ാം വർഷം പഠിക്കുന്നു. 3ാമത്തെ മകനാണ് ഗോഡ്സൺ BS ഇപ്പോൾ 9ാം ക്ലാസ്സിൽ BRM എന്ന് പറയുന്ന ചെങ്ങമനാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങള് അപ്പോൾ ഞാൻ നാട്ടിൽ കടന്നു വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ എന്റെ സ്നേഹിതന് പറഞ്ഞിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സംഘടനാ പ്രവർത്തകനായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ചെയ്യുമായിരുന്നു. RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം, NSS എന്ന് പറയുന്ന മയർ സർവീസ് സൊസൈറ്റി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ ഉത്സാഹമുള്ളവരായിരുന്നു. കാരണം ഞങ്ങൾ വിശ്വസിച്ച ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും ആ പാന്താവിൽ നിന്നുകൊണ്ട് മാനവ സേവയാണ് മാധവ സേവ, മനുഷ്യനെ സേവിക്കുകയാണ് ശ്രീകൃഷ്ണനെ ഭജിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിവാഹം നിർധനരായ സാധുക്കളുടെ വിവാഹം നടത്തി കൊടുക്കാൻ പൈസകൾ കളക്ട് ചെയ്ത് വിവാഹം നടത്തി കൊടുക്കുവാനും, അപ്പോൾ തന്നെ കല്യാണത്തിന് ഇന്നേപോലെ ഓഡിറ്റോറിയത്തിൽ ആ സമയത്ത് പന്തലിട്ട് കൊടുക്കുക, ഇല വെട്ടി കൊടുക്കുക, തേങ്ങ പൊതിച്ചു കൊടുക്കുക, അത് ഉടച്ച് തിരുമ്പി കൊടുക്കുക, അത് പിഴിഞ്ഞു കൊടുക്കുക, അതുപോലെ ഒട്ടനവധി റോഡ് വെട്ടിക്കൊടുക്കുക, വഴി വെട്ടിക്കൊടുക്കുക, ഒരുപാട് സേവന സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുവാനിടയായിത്തീർന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്ത് വലയത്തൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ടൊക്കെ ഒന്ന് ചെന്ന് ഈ അമ്പലത്തിൽ കാണുന്നില്ല, ഇതിന് കാണുന്നില്ല, മുഖ്യ ശിക്ഷകനായിട്ട് ശാഖ എടുക്കാൻ പോകുന്നില്ല. എല്ലാ ദിവസവും വൈകിട്ട് ഞാനാണ് പോയി ശാഖ എടുക്കുന്നത്. RSSന്റെ ശാഖ ധ്വജം ഉയർത്തിയിട്ട് ഇങ്ങനെ പറയും, നമസ്തേ സദാവസലേ ഹിന്ദു ഭൂമി തദർത്തി പദത്തുഷകായോ നമസ്തേ നമസ്തേ. ഈ ശ്ലോകമെല്ലാം കാണാതെ കുട്ടിക്കാലം മുതൽ തപസ്സിരിക്കും പോലെ പഠിച്ചെല്ലാം ബ്രെയിനിൽ കിടക്കുക, പറയാൻ തീരത്തില്ല. അത്രമാത്രം സംഭവങ്ങൾ മനസ്സിൽ കിടക്കുക. അതെല്ലാം ചൊല്ലി ശ്ലോകം ചെയ്ത് അവരെ കൊണ്ട് യോഗം ചെയ്യിച്ച് ഓരോ യോഗങ്ങളും ചെയ്ത് ബോഡി ഫിറ്റ് ചെയ്ത് എന്തിനു വേദന ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയാണ്. എന്നാല് ഹിന്ദു രാഷ്ട്രം മാത്രമല്ല രാഷ്ട്രമൊന്നും അന്ന് ഞങ്ങള് ഈ ഒരു RSS ആയിരിക്കുമ്പോ തന്നെ ഇങ്ങനെ പാടും, ഒരു കൊച്ചു കൈത്തിരി കത്തിച്ചു വൈക്കുവിൻ എരുകും ഇരുട്ടിൻ ഗുഹാന്തരത്തിൽ അതിൽ നിന്നൊരായിരം പൊന്തീപനാളങ്ങൾ ഉയരട്ടെ പുലരട്ടെ പുണ്യഭൂവിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കൈത്തിരി കത്തിച്ചു വെക്കണം പെരുകും ഇരുട്ടിൻ ഗുഹാന്തരത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇതാണോ ഒരു മനുഷ്യന്റെ ആധ്യാത്മിക രക്ഷയ്ക്ക് അല്ലെങ്കിൽ ആത്യന്തികമായ രക്ഷയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്? ഈ ഭൗതികമായ നേട്ടങ്ങളോ കർമ്മങ്ങളോ ചെയ്യുന്നതാണോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ അന്ന് പോലെ അങ്കുരിച്ചു. യഥാർത്ഥമായ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു സംതൃപ്തി, ഒരു ഊഷ്മളത മനുഷ്യന്റെ മനസ്സിനുണ്ടാകണം, ഇതൊക്കെയാണോ എന്നുള്ള ചിന്ത. പക്ഷേ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അന്ന് കേവലം ഒരു ചെറിയ വിളക്കായിട്ട് ഇട്ടാവട്ടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എപ്പോഴാണോ ക്രിസ്തു എന്നെ ഉള്ളിൽ വന്നപ്പോൾ, ക്രിസ്തുവാണ് ലോകത്തിന്റെ വെളിച്ചം, കേവലം ഇന്ത്യയുടെ മാത്രമല്ല, കേവലം പാകിസ്ഥാന്റെ മാത്രമല്ല, ലോകത്തിന്റെ വെളിച്ചമാണ് ക്രിസ്തു. ആ ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് യഥാർത്ഥമായ വെളിച്ചത്തിന്റെ ആവശ്യകതയും വെളിച്ചത്തിന്റെ അനിവാര്യതയും മനസ്സിലാക്കുവാനും ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കണം എന്നുള്ള അകതാരിൽ വല്ലാത്ത ആവേശം ഉണ്ടായപ്പോൾ, ക്രിസ്തു പറഞ്ഞതുപോലെ വിളക്ക് കത്തിച്ച് ആരും പറയും കീഴല്ല തണ്ടിന്മേലെ ഇത്രയും വെക്കുന്നു, അപ്പോൾ എല്ലാവർക്കും അത് പ്രകാശിക്കുന്നു. അപ്പോൾ ആ വെളിച്ചം ഉള്ളിൽ വന്നപ്പോൾ
പിന്നെ എൻ്റെ ആഗ്രഹം ആ ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുക, ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുക, അവസാന ജീവൻ പോകും വരെ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തയായി. കാരണം പണം ഉണ്ടാക്കുകയോ ഭവനം വെക്കുകയോ വസ്തു വാങ്ങുകയോ വീട് വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ വാങ്ങുകയോ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുകയോ ഇത്യാദി ചിന്തകളെല്ലാം മാറിയിട്ട് ഈ സത്യം അറിയാത്ത എത്രയോ ജനങ്ങൾ എൻ്റെ കൊച്ചു കേരളത്തിലും എൻ്റെ മഹാഭാരതത്തിലും കിടക്കുമ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഈ ആവോളം സമാധാനം അനുഭവിച്ചുകൊണ്ട് എങ്ങനെ സ്വസ്ഥ നടക്കാൻ കഴിയും? എൻ്റെ കൂട്ടുദാസന്മാർ, കൂട്ടു സഹോദരങ്ങള് സമാധാനമില്ലാതെ മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങളിലും മറ്റ് മാനസിക രോഗങ്ങളിലും ഒക്കെ പിടിപെട്ട് നിരാലംബരായി നിരാശരായി കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഈ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള അവസ്ഥയില് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ സുവിശേഷം പറയാൻ തുടങ്ങി. എൻ്റെ RSSകാരോട് NSSകാരോട് എൻ്റെ സഹപ്രവർത്തകരുമായി സുവിശേഷം പറയാൻ തുടങ്ങി. അതിന് ചില ശക്തമായ പ്രതികരണങ്ങൾ എനിക്കുണ്ടായി. എൻ്റെ വീട്ടിൽ NSSകാർ വന്നു, RSSകാർ വന്നു. അതോടൊപ്പം തന്നെ എന്നെ വഴിയിൽ വെച്ച് അടിക്കാനായി ഒരൊറ്റ വ്യക്തിയുടെ സുവിശേഷം പറയുമെന്ന് പറയേണ്ടതായി തീർന്നു. ഞാൻ പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട്ടുകാരെ ഇളക്കി വിട്ടു. ഒത്തിരി ഉപദ്രവങ്ങള് എൻ്റെ ഭവനത്തിനകത്തുനിന്ന് എനിക്ക് സഹിക്കേണ്ടി വന്നു. എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കാൻ ഇടയായി തീർന്നു. പറയാൻ കഴിയാത്ത രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. എന്നാൽ അവിടെ ഒന്നും ഒരു നെല്ലിട പോലും പിന്മാറാതെ വിശ്വാസത്തില് നങ്കൂരമിട്ട് ഉറച്ച് മുന്നോട്ട് പോകുവാനും പിൽക്കാലത്ത് എൻ്റെ കുടുംബത്തിലുള്ളവരെ കർത്താവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കൊരു കാര്യം അറിയാം, നീ സത്യമാണ്, നീ ജീവനാണ്, നീ വെളിച്ചമാണ്, നീ നന്മയാണ്. നിന്നെ കൂടാതെ ഒരു നന്മയും ഭൂമിയിൽ, അതുകൊണ്ട് സത്യം ഭവനത്തിൽ വെളിപ്പെടണം. അപ്പോൾ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ പുറത്തുനിന്നും അകത്തുനിന്നും ശക്തമായ പീഡനങ്ങൾ എനിക്കെതിരെ ശത്രു എഴുതി വിട്ടു. പക്ഷെ അവിടെ ഒന്നും പൗലോസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു ഭക്തന്മാരെ പോലെ ഒട്ടനവധി പ്രയാസങ്ങൾ ഞാൻ നേരിട്ടു. അവിടെ ഒന്നും ഒരു നെല്ലിട പോലും കൊല്ലുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഞാൻ വീട്ടിൽ കിടന്ന് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ പ്രാർത്ഥിക്കും. കർത്താവേ സ്തോത്രം. ഞാനും എൻ്റെ സഹധർമ്മിണി സന്ധ്യ ബാലചന്ദ്രൻ ഒരുമിച്ച് ആ വിവാഹ നാളുകളുടെ ആദ്യ നാളുകളിൽ തന്നെ പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ഈ കുടുംബം, എനിക്ക് ജന്മം നൽകിയ കുടുംബം എത്രയും പെട്ടെന്ന് രക്ഷയിലേക്ക് വരണം. അങ്ങനെ പ്രാർത്ഥിച്ചു വരവെയാണ് അഞ്ചലിനടുത്തുള്ള ഇടമുളക്കിലുള്ള നമുക്ക് അറിയാവുന്ന അനുഗ്രഹീതനായ ദേവദാസനാണ് പാസ്റ്റർ സജിമോൻ ബേബി അവർകള്. അദ്ദേഹം പനവേലി 98 സമയങ്ങളിൽ കടന്നു വന്ന അസംബ്ലീസ് കോഡുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കുന്നതൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ആ പ്രവർത്തനം ഒരു വാടക വീട്ടിൽ നടക്കുകയാണ്. അപ്പോ ഞാൻ ഈ നാട്ടിൽ വന്ന ശേഷം ആദ്യമായിട്ട് അല്പം ജാള്യതയൊക്കെ ഉണ്ടായത് കൊണ്ട് ദൂരെ ഒരു സ്ഥലത്ത് പോയി ദൈവത്തെ ആരാധിച്ച് മടങ്ങി വരും. അങ്ങനെ അടുത്തുള്ള ചില പെന്തക്കോ സഹോദരന്മാരുമായിട്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. ഞാനിങ്ങനെ കുവൈറ്റിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ ഇന്ന കോക്കാട് എന്ന ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരോ ഞങ്ങളുടെ ആ സമീപത്തുള്ള പാസ്റ്റർ സജിമൻ പാസ്റ്ററുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുവാനിടയായി തീർന്നു. അദ്ദേഹം എന്നെ കാണാനായിട്ട് ജംഗ്ഷനിൽ കടന്നു വന്നു. അദ്ദേഹം എന്നെ കണ്ടു, അതിനോട് സംസാരിച്ചു. പാസ്റ്റർ ബ്രദർ ബാലചന്ദ്രൻ കടന്നു വരണം, പ്രാർത്ഥനയ്ക്ക് കടന്നു വരണമെന്ന് എന്നെ ക്ഷണിപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാ നമ്മള് ലജ്ജിക്കുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്? എന്തായാലും ദൈവനാമത്തിന്റെ ഇറങ്ങി, അത് രഹസ്യമായിട്ട് പോകേണ്ട കാര്യമല്ല. ഇനി എന്ത് വന്നാലും മുന്നോട്ട് തന്നെ എന്നുള്ള തീരുമാനത്തോടെ പരസ്യമായി ബൈബിൾ എടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി പോകാൻ തക്ക ഇടയായി തീർന്നു. അങ്ങനെ എന്നെ കാണാൻ ചില ദിവസങ്ങളൊക്കെ പാസ്റ്റർ കടന്നു വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ പാർക്കുന്നത് എൻ്റെ 3 ജ്യേഷ്ഠന്മാർക്ക് മൂത്ത ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് ഭവനം അച്ഛൻ എഴുതി കൊടുത്തിരിക്കുക. കാരണം സഹോദരി അധ്യാപിക ആയതുകൊണ്ട് കാലിൽ അല്പം വൈകല്യം ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ ഈ സഹോദരന്മാര് ഈ സഹോദരി വിവാഹം കഴിച്ച് വിട്ടില്ലെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് അച്ഛൻ സുഖമില്ലാതായ സമയത്ത് പെട്ടെന്ന് വസ്തുവും ഒരു 10 സെന്റ് വസ്തുവും ആ വീട് കൂടെ എന്റെ സഹോദരിക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഈ എന്റെ കാണാനായിട്ട് ക്ലാസ് വരുമ്പോഴൊക്കെ സഹോദരി പലപ്പോഴും മുഖഭാവമൊക്കെ മാറ്റി കാണിക്കും, സ്നേഹമൊക്കെ അകറ്റിയിട്ട് ദേഷ്യത്തോടെ നോക്കും. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവെ, എന്റെ സഹോദരി രക്ഷിക്കണം, ഈ ഭവനം വിടിവിക്കപ്പെടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൃപയാല് ദൈവം എന്റെ സഹോദരി ഒന്ന് സ്പർശിക്കാൻ ഇടയായിത്തീർന്നു. തൊണ്ടയ്ക്ക് തൈറോയ്ഡ് എന്ന് പറയുന്ന രോഗം ഇങ്ങനെ പൊങ്ങി വന്നു. കൊട്ടാരക്കരയുള്ള വിദഗ്ധനായ ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം പരിശോധിച്ച് പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്, തൽക്കാലം അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് വിട്ടു. അപ്പോൾ അവിടെ കടന്നുപോയി. അവിടെ ചെന്ന് ഏകദേശം 10 ദിവസത്തോളം ഒബ്സർവേഷനിൽ വെച്ചു. അതിനുശേഷം ഒരു സർജറിക്ക് വേണ്ടി വിധേയയായി. സർജറി കഴിഞ്ഞ എന്റെ സഹോദരിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പിന്നെ കോൺഷ്യസിലേക്ക് വന്നില്ല. നല്ല സുഖത്തോടെ ഒരു അധ്യാപികയായി ജോലി ചെയ്തിരുന്ന സഹോദരിക്ക് പെട്ടെന്ന് സുഖം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഡോക്ടർമാര് ചികിത്സ തുടങ്ങി. പല വഴികൾ നോക്കിയിട്ടും ഒരു അബ്നോർമൽ ലെവലിലേക്ക് പോയി. എന്തൊക്കെയോ പിച്ചും പെയും പറയുന്നത് പോലെ അബോധാവസ്ഥയിൽ പറയുന്ന ഒരു അനുഭവം എന്റെ സഹോദരിക്ക് ഉണ്ടാകാനിടയായി തീർന്നു. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കടന്നു പോകും. എന്നോട് പറഞ്ഞു വന്ന് ബ്ലഡ് കൊടുക്കണം. അങ്ങനെ പല പ്രാവശ്യം ഞാൻ പോയി ബ്ലഡ് കൊടുത്തു. അങ്ങനെ ആഴ്ചകള് മാസങ്ങളായി, 2-2.5 മാസത്തോളമായിട്ട്
ഒരു ഭ്രാന്തിയെ പോലെ പിച്ചുമ്പേയും പറഞ്ഞ അവസ്ഥയിലേക്ക് ഇറങ്ങി ഓടുക, നടക്കുക, ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ സഹോദരിയുടെ അവസ്ഥ മാറി. ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ആഹാരം കഴിക്കാതെ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം, നാവേ എന്റെ സഹോദരിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണത് എന്ന് ശക്തമായി പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ അന്നൊന്നും ഒരു ദൈവപ്രവൃത്തി ഒന്നും ആ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോയി വരവേ അവസാനം എന്റെ സഹോദരി ഒരു രോഗിയാണെന്നുള്ള ഒരു മുദ്ര കുത്തതൊക്കെ വേണം ഹോസ്പിറ്റല്. നേരത്തെ അവൾക്ക് മാനസിക ഭ്രാന്തി ഉണ്ടായിരുന്ന രോഗിയാണെന്നുള്ള രീതിയിലേക്ക് അവര് ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കാൻ ഇടയായിത്തീർന്നു. കാരണം അവര് ചിന്തിച്ചത് എന്തെങ്കിലും അവരുടെ കൈപ്പിഴ കൊണ്ട് നരമ്പ് മുറിഞ്ഞിട്ടാണ് ഇങ്ങനെ ആയെന്നുള്ള വാർത്താ ചാനൽ വഴി വന്നാൽ ആ ഡോക്ടർമാരുടെയൊക്കെ ഭാവിയെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരുടെ ജോലി തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള അവസ്ഥയിൽ അവർ അതിനെ അങ്ങനെ വരുത്തിയിടയായി തന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവോട് പറഞ്ഞു, ഇപ്പോൾ നീ പോയി സംസാരിക്കണം, ഇപ്പോൾ നീ നിന്റെ സഹോദരി ഡിസ്ചാർജ് കൊണ്ടുവരണം, എന്നിട്ട് നീ പോകുന്ന പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുപോകണം, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മാതാവുണ്ട്, എന്റെ സഹോദരന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, എന്റെ സഹോദരി വാതിരിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞാൻ ചെന്ന ഡോക്ടർമാരെ കണ്ട്, എന്റെ മെയിൻ പ്രൊഫസറെ കണ്ട് പറഞ്ഞു, സാർ ആസ് early as possible you have to release my sister. എന്റെ പെങ്ങളെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്താൽ മതി, ഇതിന്റെ കൊന്ന ഡെഡ് ബോഡി തന്നെ വിടരുത്. നിങ്ങൾ രോഗിയും കൂടെ ആക്കി ഇത്രയും അവസ്ഥയാക്കി, ഇനി അവിടെ മാനസിക രോഗിയും കൂടെ ആക്കി അതിന്റെ റെക്കോർഡും കൂടെ ഉണ്ടാക്കി നിങ്ങൾ വിട്ടാൽ അവിടെ എന്നേക്ക് ഒരു രോഗിയായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ മുമ്പ് ഞാൻ തൊഴുത് പറയുന്നു, എന്റെ പെങ്ങളെ ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ജോലി? ഞാൻ പറഞ്ഞു, ഞാൻ വിദേശത്തൊക്കെ ആയിരുന്നു. അല്ല, എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടോ? ഞാൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് സാർ ഭാരപ്പെടേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം അത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വമല്ലേ, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതെന്തോ ആകട്ടെ, സാർ ഇപ്പൊ എന്റെ പെങ്ങളെ റിലീസ് ചെയ്യുക, എനിക്ക് എന്റെ പെങ്ങളെ കൊണ്ടുപോകണം. കാരണം നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഇതിന് ഡെഡ് ബോഡി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഡോക്ടറാകുന്ന ഒരു മഹാദൈവമുണ്ട്, ആ ദൈവത്തിന് കഴിയുമെന്ന് പറയുകയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അത് ആരാണ് ആ ഡോക്ടർ? അപ്പൊ ഞാൻ മറ്റാരുമല്ല, അത് ലോകത്തെ പടച്ച എന്നെ ഉണ്ടാക്കിയ സാഗറിനെ ഉണ്ടാക്കിയ മഹാദൈവമാകുന്ന യേശു ക്രിസ്തു ആണെന്ന് പറയാനിടയായി. പെട്ടെന്ന് തന്നെ അദ്ദേഹം അടിപൊളി നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ ബാലേന്ദ്രൻ അല്ലേ പേര്? അതെ, ഞാൻ പറഞ്ഞത് ബാലേന്ദ്രനാണ്. നായർ എന്നല്ലേ പറഞ്ഞു? നായർ. പിന്നെ എന്താണ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, യേശുവാണ് സത്യദൈവം, എന്നെ രക്ഷിച്ച, എനിക്ക് സമാധാനം നൽകിയ, എന്റെ ജീവിതത്തെ താളം തെറ്റിപ്പോകാതെ എന്നെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്, അവന്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് എന്റെ പെങ്ങൾക്കും അതേ ദൈവം സൗഖ്യം നൽകുവാൻ ശക്തി ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തിന് കഴിയും സാറേ എന്ന് പറയണയായിട്ട്. അദ്ദേഹം ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഒരു പേപ്പർ ഞങ്ങളൊരു എന്താ പറയുന്ന ഒരു അഫിഡാവിറ്റ് എഴുതാം, അതിന്റെ അടിയിൽ സൈൻ ചെയ്താൽ. ഞാൻ പറഞ്ഞു, സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകുന്നു എന്നുള്ള സമ്മതപത്രം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എഴുതി കൊടുത്തു. അദ്ദേഹം എഴുതി തന്നു. ഞാൻ അതിനകത്ത് വായിച്ചു നോക്കിയ ശേഷം സൈൻ ഇട്ട് കൊടുത്തു. എന്റെ പെങ്ങളുമായിട്ട് ഒരു ശനിയാഴ്ച ദിവസം വൈകിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ആ വാഹനത്തില് വീട്ടിൽ കടന്നു വന്നു. പിറ്റേന്ന് രാവിലെ ഒരു വാഹനം വിളിച്ച് ഞങ്ങള് പ്രാർത്ഥനാ ഹാളിലേക്ക് പോവുകയാണ്. അവിടെ പ്രാർത്ഥനാ ഹാളായിട്ടൊന്നുമില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ സജിമൻ ദേവി എന്ന കർത്താവിദാസൻ ഇവിടെ പനവേലി കടന്നു വന്ന ഒരു വീട് വാടകയ്ക്കെടുത്ത്, ആ വീടിന്റെ ഒരു സൈഡ് മാത്രം, ഒരു ബെഡ്റൂമും ഒരു ചെറിയ ഹാളും ഒരു കിച്ചണും ഉള്ള ഒരു സൈഡ് മാത്രം വാടകയ്ക്കെടുത്ത് അതിന്റെ പ്രാർത്ഥന ആരംഭിച്ച സമയമാണ്. 1-2 സഹോദരങ്ങൾ മാത്രം അവിടെ പ്രാർത്ഥന കടന്നു വരുന്നു. ഞാൻ എന്റെ പെങ്ങളുമായിട്ട്, ഞാൻ പെങ്ങള് എന്റെ മാതാവോ എന്റെ പിതാവ് മരിച്ചുപോയി, മാതാവോ സഹോദരങ്ങളോ ആരുമില്ല. ഞാനും എന്റെ സഹോദരമണി സന്ധ്യയും ഈ എന്റെ പെങ്ങളെ കയറ്റി, അബോധാവസ്ഥയിലിരിക്കുന്ന എന്റെ പെങ്ങളെ കയറ്റി ആ പ്രാർത്ഥന അടുത്ത് ചെന്നു. പ്രിയ സഹോദരങ്ങളെ പറയട്ടെ, ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നില്ല, വാ വിട്ട് കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവെ സഹായിപ്പാൻ ആരുമില്ല, നീ ജീവിക്കുന്ന മഹാദൈവമാണ്, ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ്. ആ സ്നേഹത്തിന്റെ സ്പർശനം എന്റെ സഹോദരിക്ക് ലഭിക്കുവാൻ അങ്ങ് കൃപ കാണിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളുടെ സഭയിലെ സജീവ പാസ്റ്റർ ആയിരിക്കുന്ന സജീവൻ പാസ്റ്റർ ശക്തമായിട്ട് എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപയാൽ അതുവഴി വന്ന ഒരു ദൈവദാസൻ, നമുക്കെല്ലാം അറിയാവുന്ന അസംബ്ലീസ് ബോർഡ് സമൂഹത്തിന് അഭിമാനമായി നിലകൊള്ളുന്ന നമ്മുടെ മേഖലാ ഡയറക്ടറായിട്ടും പ്രെസ്ബിറ്ററായിട്ടും ഇപ്പോൾ സഭയുടെ പാസ്റ്ററായിട്ട് ഇരിക്കുന്ന ആന്റണി ബെന്നാനസ് അവറുകള് ആ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ വേണ്ടി കൊട്ടാരക്കര വഴി കടന്നു പോകുമ്പോൾ ചെന്നപ്പട്ടയ്ക്ക് പോകുന്ന വഴിക്ക് പനവേലിലെ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ വേണ്ടി അതുവഴി ഒന്ന് പാസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ 4 പേര് ഇങ്ങനെ നിലവിളിച്ച് കരയുന്നത് കണ്ടത്. ശ്രീമൻ പാസ്റ്റർ വന്ന ഗസ്റ്റ് പാസ്റ്റർ സമയം കൊടുത്തു, പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾ 4 പേര് ഹിന്ദുക്കളായിട്ടിരിക്കുന്ന 3 പേരും, പിന്നെ ഒരു ക്രൈസ്തവ സമുദായത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു അനിൽ ബ്രദറും, പിന്നെ ഒരു ജേക്കപ്പച്ചാൻ, ഞങ്ങൾ അങ്ങനെ ഒരു 4-5 പേര് മാത്രമേ അവിടെ ഉള്ളൂ. ദൈവദാസൻ ശക്തമായി പാസ്റ്റർ ആന്റണി ബെന്നാനസ് ഡാനിജോൺ പാസ്റ്റർക്ക് അറിയാം, നമ്മുടെ അസംബ്ലീസ് ബോർഡ് സമൂഹത്തിന് ഉള്ള അനുഗ്രഹ ദൈവദാസനാണ്. അദ്ദേഹം ശക്തമായിട്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 3 മാസത്തോളമായി സുബോധമില്ലാതെ പിച്ചും പേയും പറഞ്ഞിരുന്ന സഹോദരിക്ക് പെട്ടെന്ന് ദൈവദാസൻ തലയിൽ കൈവച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഇവരുടെ ജീവനോട് പടവെട്ടുന്ന പിശാചിനെ, ദുരാത്മാവിനെ, ദുർഭൂതത്തെ ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ ആ ശക്തി വിട്ടുപോകുവാനും എന്റെ പെങ്ങൾ സുബോധത്തിലേക്ക് കടന്നു വന്നു. എന്നോട് ചോദിച്ചു, മോനെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? സ്തോത്രം, നമ്മൾ എവിടെയാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ എന്ത് അനസ്തേഷ്യ ഡോക്ടർ എന്ത്? ഞാൻ പറഞ്ഞു, എന്റെ ചേച്ചി ഡേറ്റ് നോക്കാൻ പറഞ്ഞു. ഡേറ്റ് ഇന്ന് 3 മാസം കഴിഞ്ഞു. അനസ്തേഷ്യ തന്ന ആളും ആ സർജറി നടത്തിയ ആളും എല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഇപ്പോൾ നീ ആയിരിക്കുന്നത് ഒരു പ്രാർത്ഥനാ ഹാളിലാണ്, ഒരു പെന്തക്കോസ്ത് പ്രാർത്ഥനാ ഹാളിലാണ്. അവിടെയാണ് കർത്താവാകുന്ന യേശുവാണ് എന്റെ ചേച്ചിക്ക് സൗഖ്യം നൽകിയതെന്ന് പറഞ്ഞിടയായി തീർന്നു. എന്റെ ചേച്ചി കണ്ണുനീരോടെ കർത്താവിനെ സ്വീകരിക്കുന്നത് കാണുവാൻ എനിക്ക് ആ പകൽക്കാലം ഇടയായി തീർന്നു. ചേച്ചി പറഞ്ഞു, അതേ മോനെ, എന്നെ രക്ഷിച്ചത് യേശു തന്നെയാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി ചേച്ചിക്ക്? ഞാൻ കിടക്കുന്ന സമയത്ത്, ഞാൻ മെഡിക്കൽ കോളേജിന്റെ 18ാമത്തെ നിലയിൽ കിടക്കുന്ന പ്രത്യേക സമയത്ത് ഞാൻ പലപ്പോഴും ജീവിതം എന്തിനാണ്, ഇനി ജീവിക്കേണ്ട, മരിച്ചു കളയാമെന്ന് പലപ്പോഴും ചിന്തിച്ച് ഞാൻ ആരും കാണാതെ ഇങ്ങനെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് 3ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ചാവാനായിട്ട് പോകുമ്പോ പിന്നെ വെള്ള വസ്ത്രധാരികളായ, ശുഭ്രവസ്ത്രധാരികളായ മാലാഖമാരെ പോലെ ചിലര്, നഴ്സുമാരൊന്നുമല്ല, മാലാഖമാരെ പോലെ ചിലര് വന്ന് എന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെഡ് ഇരുത്തും. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ചാവാൻ ഒരുങ്ങിയപ്പോഴും എന്നെ താങ്ങിയത് നഴ്സുമാരൊന്നും അല്ല മോനെ, യേശുവിന്റെ മാലാഖമാരാണ് എന്നെ താങ്ങി രക്ഷിച്ചത്. അർത്ഥാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ആ ദിവസങ്ങളിലെല്ലാം കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ എന്റെ ചേച്ചി അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു. എന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു സ്തോത്രരാജ പാസ്വേഡ് കൊടുത്തിട്ട് ഞാൻ നേരെ വാഹനത്തെ പിടിച്ചെല്ലുമ്പോൾ സന്തോഷിച്ച് ചിരിച്ചും പറഞ്ഞുമാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പൊ അത് കണ്ടിട്ട് എന്റെ അമ്മ, എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, എന്റെ അളിയൻ, സഹോദരങ്ങളെല്ലാം ഞെട്ടിപ്പോയി. കാരണം ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു, ഇത് സാക്ഷാൽ യേശുവിനാൽ സംഭവിച്ചു. മനുഷ്യനാൽ അസാധ്യം ക്രിസ്തുവിനാൽ സാധ്യമെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്റെ കഴിവല്ല, മനുഷ്യരുടെ ആരുടെ കഴിവല്ല, എന്നാൽ ഞാൻ സേവിക്കുന്ന മഹാദൈവം എന്റെ പെങ്ങൾക്ക് സൗഖ്യം കൊടുക്കുന്നു. ഉറക്കെ വളരെ ശബ്ദത്തോടെ ഞാൻ വിളിച്ചു പറയുന്നത് വഴിയായിത്തരും. ഞാൻ അകത്ത് കയറിയിരുന്ന് വെള്ളം പോലും കുടിക്കാതെ ശ്വാസം വിടാതെ സുവിശേഷം പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഇതെല്ലാം 33 ദൈവങ്ങൾ, 6060 അസുരഗണങ്ങൾ, 1001 ബലമുണ്ട് ദേവതകൾ, മാടനം, മറുതയെ, പെയ്, പിശാചുക്കൾ, നാഗങ്ങൾ ഒക്കെ നാം ആരാധിക്കുന്നു. വെറുതെ സമയം, സമയങ്ങൾ നമ്മൾ പാഴാക്കി. എന്നാൽ ജീവനുള്ള ഒരേ ഒരു ദൈവം പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യന്റെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും സകലത്തെയും മാറ്റി മനുഷ്യന്റെ ആത്മാവിന് അനശ്വരമായ നിത്യരാജ്യം, സ്വർഗരാജ്യം, സനാതന രാജ്യം നൽകി തരുവാൻ ഭൂമിയിലേക്ക് അവതരിച്ച സാക്ഷാൽ ക്രിസ്തുവാണ് ദൈവം എന്നുള്ള സത്യം ഞാൻ വളരെ സവിസ്തരമായിട്ട് അത് പറഞ്ഞു കൊടുത്തു. ഏകദേശം 3 മണി വരെ ആ ഒരു ഇരിപ്പ്, 1:30 മുതൽ 3 മണിക്കൂർ സവിസ്തരമായി പറഞ്ഞ അനന്തരമാണ് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. എന്നെ കേൾക്കുന്ന വത്സല്യ ആരോമ ടിവിയിലെ പ്രേക്ഷകരെ, ഞങ്ങൾ ഒരുമിച്ച് ആണിന്ന് ആണും പെണ്ണിന്ന് പെണ്ണും ഞങ്ങളുടെ കുടുംബത്തിൽ 2 പേരെ ദൈവം വിളിച്ചിറക്കി. ഞങ്ങൾ 2 പേരും കരം കോർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂലങ്ങൾ വീണ്ടും ആരംഭിച്ചു. വളരെ ശക്തമായ പ്രതികൂലങ്ങൾ ഭവനത്തിനകത്ത് ആരംഭിച്ചു. എന്റെ ഒരു ജ്യേഷ്ഠൻ വളരെ ക്രൂരമായിട്ട് ഞങ്ങളെ ഉപദ്രവിപ്പാനിടയായി തീർന്നു. ശക്തമായിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു. അപ്പോഴൊക്കെ ക്ഷമിച്ചു തന്നുകൊണ്ട്, പുറത്തു നിന്നുകൊണ്ട്, സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ട് ജയമെടുപ്പാൻ ദൈവം കൃപ നൽകി. അതിനുള്ള കൃപ, അങ്ങനെ ഒരു ക്ഷമിക്കാനുള്ള കഴിവൊന്നും എനിക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്തരാ ചോദിച്ച് എവിടെയും ആരെ വരട്ടാനും മുന്നിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിനൊക്കെയുള്ള ക്ഷമ ദൈവം, ക്രിസ്തുവിന്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ, അത് കടാലെന്നെ ആകർഷിച്ചപ്പോൾ അതെല്ലാം പൊറുക്കുവാൻ, ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ച മഹാപീഡനങ്ങളും മഹാവേദനകളും ക്രൂശിൽ കിടന്ന് സഹിച്ച പങ്കപ്പാടുകളും ഓർത്തപ്പോൾ പഞ്ചപുച്ഛമട ക്രിസ്തു സഹിച്ചെങ്കിൽ ആ ക്രിസ്തുവിന് വേണ്ടി സ്വന്തം സഹോദര മുമ്പിൽ ക്ഷമിച്ച് മതിയാകുകയുള്ളൂ എന്നുള്ള ആ ഉത്തമ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പരസ്പരം ക്ഷമിച്ചു. എന്നെ വളരെ ശക്തമായി ഉപദ്രവിച്ചു, പറയാൻ പറ്റത്തില്ല, അത്രമാത്രം എന്നെ ഉപദ്രവിച്ചു. സ്തോത്രം, എന്നെ അത്രമാത്രം എന്നെ ഉപദ്രവിച്ചപ്പോഴും ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം അവിടെ എന്നെ സഹായിച്ചു. തുടർന്ന് എന്റെ പെങ്ങളെയും ഒരുപാട് ഉപദ്രവിക്കാനിടയായി. എന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് ഒത്തിരി ഉപദ്രവിച്ചു. പക്ഷെ അവിടെയെല്ലാം ദൈവം ഞങ്ങളെ അവിടെ ഉറപ്പിച്ചു. അതിനുശേഷം ഞാനൊരു ദിവസം പോലും വിശ്രമിക്കാറില്ല. കഴിവതും എല്ലാ ദിവസവും പോയി സുവിശേഷം പറയുന്ന ജോലി എനിക്കുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വന്നാണെങ്കിലും സുവിശേഷം പറയാൻ പോകും. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ ഞാൻ വിശ്രമിക്കുന്ന സ്വഭാവം. കാരണം ഒരു ഡെയിലി ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കടക്കാരൻ ഡെയിലി കട തുറക്കുന്നു. ഒരു വീണ്ടും ജന്മം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതല്
തന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് ഒരാളോടെങ്കിലും, ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്, ആ ഒരു 10 പേരോടെങ്കിലും പറഞ്ഞിരിക്കും. ആ ഒരു ദിവസം പോലും ഇല്ല സുവിശേഷം പറയാത്തത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊറോണ വന്നപ്പോഴും 19, 20, 21 വർഷങ്ങളിലൊക്കെ ശക്തമായി ഗവൺമെന്റ് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞപ്പോഴും ഒരു ദിവസം പോലും ഏകദേശം 36 കുടുംബത്തോടൊപ്പം പലയിടങ്ങളിൽ നിന്ന്, ഇതിനകത്ത് ബ്രാഹ്മണനുണ്ട്, സകല സമുദായത്തിൽപ്പെട്ടവര് ക്രിസ്തുവിനെ നെടുവിടയായി തീർന്നു. ഒരുപാട് മീറ്റിങ്ങുകള്, ഒരുപാട് എന്താണ് പോക്കറ്റ് കൺവെൻഷനുകള്, മുറ്റത്ത് കൺവെൻഷനുകള്, മെഗാ ക്രൂസുകളൊക്കെ നടത്തി ഒരുപാട് പേര് പനവേലിലുള്ള ഈ ദേശം മുഴുവനും, കൊട്ടാരക്കര ദേശം മുഴുവനും സുവിശേഷം കേൾക്കാത്ത ഒരു ഗ്രാമം പോലും ഇല്ല. എല്ലാ ദേശത്തും കടന്നുപോയി സുവിശേഷം അറിയിച്ചു, വചനം അറിയിച്ചു. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും ഓരോരുത്തരെങ്കിലും കർത്താവ് ഇറക്കി, എല്ലാ സമുദായത്തിൽ നിന്നും, ഇഴവ, ജാതി പറയല്ല, നായർ, മറ്റിതര എല്ലാ സമുദായത്തിൽ നിന്നും ഓരോരുത്തരെ കർത്താവ് ദൈവഭാഗത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ, പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങൾ സഹായിച്ചെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അങ്ങനെ ഒട്ടനവധി വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഇടയാക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് ഞാൻ ജോലിക്കായി പോയി വരും, ചില വർഷം കൂടെ കടന്നുപോയി, ഒരു 4-5 വർഷം കൂടെ പോയി വന്നു നിന്നു. അതിനുശേഷം ആണ് ദൈവം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ജീവിത സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചപ്പോ ഞാൻ ആദ്യമൊക്കെ, എനിക്ക് ദൈവത്തിന്റെ വേല ഇഷ്ടമാണെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വചനമൊന്നും അറിയത്തില്ലല്ലോ. അപ്പോ ഞാൻ ഏത് കൂട്ടായ്മയിൽ പോയിരുന്നാലും ദേവദാസന്മാർ വന്ന് എന്റെ തലയെ കുറിച്ച് പറയും, നീ വിധിക്കാനുള്ളവനല്ല, നീ എന്റെ വേലയ്ക്ക് വേണ്ടി പോകണം, എന്റെ സാക്ഷിയാകണം, എന്റെ ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ നിന്നെ എന്റെ സാക്ഷിയാക്കി മാറ്റും, അറ്റത്തോളം പോയി സത്യം നീ വിളിച്ചു പറയണം എന്ന് പലപ്പോഴും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെ പറയണം, എവിടുന്ന് ആരംഭിക്കണം എന്നുള്ള ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ വ്യക്തമായ ദർശനം എനിക്ക് ദൈവം നൽകി തന്നു. ആ വെളിപ്പാടിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വചനം പഠിക്കുന്ന ആ ഒരു സമയം നോക്കി ഏകദേശം ഒരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഞാൻ കമ്പനി റിസൈൻ ചെയ്തു. കമ്പനി റിസൈൻ ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ അനുഭവമാണ്, ഞാൻ കമ്പനി റിസൈൻ കൊടുത്തു. നല്ല ശമ്പളമാണ്. അപ്പോ ആ കമ്പനിയുടെ അന്ന് മറ്റൊരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, കറാഫി നാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നല്ല സൈറ്റ് ആണ്, നമുക്കറിയാം. ഇവിടെയുള്ള, അന്ന് ഞാൻ അബുദാബിയിലാണ്, അബുദാബിക്ക് അടുത്ത് കുവൈറ്റിലാണ്. കുവൈറ്റിലെ എക്യൂറ്റ് എന്ന് പറയുന്ന കമ്പനിയിലെ കറാഫി നാഷണലിന്റെ വർക്ക് നിൽക്കുകയാണ്. അവിടുത്തെ സൂപ്പർവൈസറാണ്. ആ എക്യൂറ്റ് എന്ന് പറയുന്ന കമ്പനിക്ക് അത് പ്രവേശിക്കണമെങ്കിൽ ഒരു 10 ദിവസം ട്രെയിനിങ് ആണ്. കാരണം അവിടെ വലിയ പൊട്ടാസ്യം സൈനൈഡിനേക്കാളും മാരക വിഷമുള്ള H2S ആണ്, ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന വാതകം ഉണ്ടായതുകൊണ്ട് അതിന് നല്ല ട്രെയിനിങ് ലഭിച്ചാൽ മാത്രമേ ഫാക്ടറി കയറാൻ പറ്റത്തുള്ളൂ. 3 ഗേറ്റാണ്. 3 ഗേറ്റിൽ നമ്മൾ പാസ് ഇട്ട് നമ്മുടെ കാർഡ് വരച്ച് ഗേറ്റ് തുറന്നെങ്കിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ വാൽവ് ലീക്ക് ആയാൽ അത് നമ്മൾ എല്ലാവരും മരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ബ്രീത്ത് എടുത്താൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ മരിക്കും. ഒന്ന് ശ്വസിച്ചാൽ മാത്രം മതി, അപ്പോഴേ നമ്മൾ മരിക്കും. അത്ര പോയിസണസ് ആണ്. അതുകൊണ്ട് അതിന് നമുക്ക് കയറാനായിട്ട് വലിയ മോണിറ്റർ ഉണ്ട്, അതുപോലെ സേഫ്റ്റി ഗാർഡ് ഉണ്ട്, ഇതെല്ലാം വിട്ടു വേണം കയറാൻ. അപ്പൊ ആ കമ്പനി നല്ല ശമ്പളത്തിൽ ഏകദേശം 600 KD അബവ് പ്ലസ് ഓവർ ടൈം ഒക്കെ തന്നു വരുമ്പോഴാണ് ദൈവനെ വേലയ്ക്ക് വിളിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ നിരന്തരമായ സന്ദർശനം, നീ പോണം. ഞാൻ അങ്ങനെ പോകാതിരുന്നപ്പോൾ ദൈവന്റെ ഉറക്കം കെടുത്തി വീണ്ടും പഴയ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. പല രാത്രി ഉറങ്ങുവാൻ പോലും കഴിയാൻ നിരാശപ്പെട്ടു, ഭാരപ്പെട്ടു. അപ്പോൾ ദൈവം എഴുതാൻ പറഞ്ഞു, ഡയറി എടുത്ത് എഴുതാൻ പറഞ്ഞു. ഇനി നീ ഗൾഫിലേക്ക് വരുന്നെങ്കിൽ ദൈവത്തിന്റെ വേലയുമായിട്ടേ വരത്തുള്ളൂ എന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, കർത്താവ്, ഇനി ഞാൻ നാട്ടിൽ വരുന്നെങ്കിൽ അങ്ങയുടെ വേലയുമായിട്ട് വരത്തുള്ളൂ, അല്ലാതെ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ ഞാൻ വരത്തില്ല. ജോലി ചെയ്യുന്ന മടി ഉണ്ടായത് കൊണ്ടോ ഏത് തൊഴിൽ ചെയ്യുന്നതിനും അഭിമാനക്കുറവുള്ളത് കൊണ്ടല്ല, പക്ഷെ അങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ജോലി അങ്ങയുടെ വേലയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വരികയുള്ളൂ എന്നൊരു തീരുമാനം എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ, നാട്ടിൽ പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, ആദ്യ വചന പഠനങ്ങള്, ചില കാര്യങ്ങളൊക്കെ എഴുതുന്നതെല്ലാം ഞാൻ ഓർഡർ ആയിട്ട് എഴുതി വെച്ച അനന്തരം ഞാൻ റിസൈൻ കൊടുത്തപ്പോ കമ്പനിയിലെ മാനേജർ എന്റെ ഒരു നല്ല ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട്, ഒരു അപ്പനും മോനും എന്നുള്ള ബന്ധത്തിൽ എന്നെ കാണുന്ന മനുഷ്യനാണ്. അദ്ദേഹം ചോദിച്ചു, പരഞ്ചൻ, where are you going? ഞാൻ പറഞ്ഞു, സാർ, ഐ വോണ്ട് ടു ഗോ ബാക്ക് മൈ ഹോം. സോ എന്നോട് ചോദിച്ചു, നീ എന്തിനാ പോകുന്നത്? what is your problem? you tell me frankly. നീ തുറന്ന് പറ, എന്താ നിന്റെ വിഷയം? ഞാൻ പറയും, സാർ, പോണം. അപ്പൊ ശമ്പളം കൂട്ടുന്ന വിഷയമാണോ? നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പം കൂടെ ശമ്പളം കൂട്ടിത്തരാം, ഒരു 700 KD ആക്കി തരാം. നിക്ക്, നല്ല ദൈവനക്കാരനല്ലേ, ഇപ്പൊ ഞാൻ ജോലി ചെയ്ത പൈസ ഒക്കെ ഉണ്ടാക്കി പോയ നാട്ടിൽ പോയി സൂചിച്ച് ജീവിച്ചുകൂടെ? 19 വയസ്സാകുമ്പോൾ നിനക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ? അതുകൊണ്ട് ഒരു 10-15 കൊല്ലം ജോലി ചെയ്ത്
എന്ന് പറഞ്ഞ് എന്നെ വളരെ ഒരു അപ്പൻ മകനോട് പറയുന്നത് പോലുള്ള സ്നേഹത്തിന്റെ, പക്ഷെ അപ്പോഴും എന്റെ മനസ്സിന്റെ അകത്തോട് തിളച്ചു മറിയുന്നത് എന്റെ സഹോദരങ്ങൾ, എന്റെ നാട്ടുകാർ, എന്റെ വീട്ടുകാർ, എന്റെ രാജ്യം, എന്റെ ഇന്ത്യ മഹാരാജ്യം സത്യം അറിയാതെ കിടക്കുമ്പോൾ ഈ സത്യത്തിന്റെ വക്താവായി ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ അങ്ങനെ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങും? എനിക്ക് കഴിയത്തില്ല സർ. ഐ വാണ്ട് ടു ഡോണ്ട് സ്റ്റോപ്പ് മീ, എന്നെ തടയരുത്. അപ്പൊ പറഞ്ഞു, നീ പറ. എന്നോട് തോളെ കേട്ട് പറഞ്ഞു പറ, ആസ്ക് യുവർ പപ്പ, യു ടെൽ മീ വേർ ആർ യു ഗോയിങ്. ഞാൻ പറഞ്ഞു, സർ ഐ വാണ്ടഡ് ടു ഗോ ഡു ഗോഡ്സ് വർക്ക്. what is that? Tell again. നീ എന്താ പറഞ്ഞു? എന്നോട് പറ. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവവേല ചെയ്യണം. What do you mean? Are you going to become a priest of the temple? നീ ഒരു അമ്പലത്തിലെ പൂജാരിയാകാൻ പോകണോ? ഞാൻ പറഞ്ഞു, സോറി സാർ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ടു ഷെയർ ദ ടെസ്റ്റിമണി ഓഫ് മൈ ലൈഫ്. ഐ എം എ ബോൺ അഗൈൻ ക്രിസ്ത്യൻ. അദ്ദേഹം ഞെട്ടിപ്പോയി. നീ ഒരു ബോൺ അഗൈൻ ക്രിസ്ത്യൻ ആണോ? നീ വീണ്ടും ജനം പ്രാപിച്ച ക്രിസ്തുവിന്റെ പൈതലാണോ? അതെ. ഞാൻ പറഞ്ഞു, വീണ്ടും ജനം പ്രാപിച്ച ക്രിസ്തുവിന്റെ പൈതലാണ്. എനിക്ക് ആ ക്രിസ്തുവിനെ അറിയിക്കണം. അതാണ് എന്റെ മേലുള്ള വാഗ്ദത്വം, എന്റെ മേലുള്ള വിളി. അത് ഞാൻ മുന്നോട്ട് പോയില്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല സാറേ എന്ന് പറയുകയായി തീർന്നു. അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനായി, കോപിച്ചു. എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഒന്ന് സംസാരിച്ച് കയറിപ്പോയി. ഞാൻ പല പ്രാവശ്യം സാറെ നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല. അദ്ദേഹം കയറിപ്പോയി. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം ഞാൻ ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ടിക്കറ്റ് ആകട്ടെ, വിസ ആകട്ടെ, പാസ്പോർട്ട് ഒക്കെ തരത്തില്ല, നീ പോകുന്ന കാണട്ടെ എന്ന് പറഞ്ഞു. ഞാൻ റിസൈൻ കൊടുത്തിട്ട് നേരെ വണ്ടിക്കകത്ത് കയറി ഭൂമി വന്നിരുന്നു. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. ഞാൻ പലപ്പോഴും എന്റെ പാസ് അങ്ങ് വാങ്ങിച്ചെടുത്തു. കയറി പോകാൻ പറ്റത്തില്ല, കാരണം 3 മാസം ഉണ്ട്. 3 മാസം വാങ്ങിച്ചെടുത്തു. പറഞ്ഞു, നീ എങ്ങനാ കയറി പോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പലരോടും പറഞ്ഞു വിട്ടു. അപ്പൊ അവസാനം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് അവസാനം പറഞ്ഞു, പൈസയൊന്നുമില്ല, നീ വന്നിട്ട് നിന്റെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് ബെനിഫിറ്റ്സ് ഒന്നുമില്ല, ജോലി ചെയ്ത ശമ്പളം തരത്തില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവസാനം എന്നെ തിരിച്ചവിടെ നിർത്താൻ വേണ്ടി ആവുന്ന 56 പണികൾ അവർ നോക്കുകയാണ്. അവസാനം ഞാൻ അവിടെ നിന്ന് നിർബന്ധിതരായി. ഞാൻ തീരുമാനം എടുത്തത് ഉറച്ചു തന്നെ നിന്നു. ഉറച്ചു നിന്നിട്ട് ഞാനിങ്ങനെ ക്യാൻറ്റീനിൽ വന്ന് ഫുഡ് കഴിക്കും, റൂമിൽ പോയി ഇരിക്കും, ചിലപ്പോൾ വെളിയിലേക്ക് വന്ന് പോകും. അങ്ങനെ വന്നിരുന്ന ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പാസ്പോർട്ടുമായിട്ട് ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, പാസ്പോർട്ടാണ്, നിനക്ക് ടിക്കറ്റ് എടുത്ത് പോകാനാ പറയുന്നത്, അവൾ കമ്പനി ടിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ. അപ്പൊ പൈസ ഇല്ല. അപ്പൊ ഞാനിങ്ങനെ പിറ്റേന്ന് രാവിലെ ഇരുന്ന് ബെഡ്റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കർത്താവേ, ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ആരെയും പൈസ വരുത്തണം, എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ അങ്ങയുടെ വേലയ്ക്ക് ഇറങ്ങിയാണല്ലോ, എനിക്ക് എങ്ങനെ ആരോട് പൈസ വരുത്തി പോകും എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് താഴെ ക്യാൻറ്റീനിൽ വന്നിരുന്നു. അവിടെ വന്ന് ഒരു സുലൈമാൻ എടുത്ത് കുടിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരൻ, നൈറ്റ് ഡ്യൂട്ടിക്കാരൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ ക്യാൻറ്റീനിലോട്ട് വന്നു. ഞാൻ 10ാമത്തെ നിലയിൽ താമസിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാലേന്ദ്രൻ ഇന്ന് ജോലി പോയില്ലേ? ഞാൻ പറഞ്ഞു, പോയില്ല. ചെന്തപ്പറ്റ് പോയി, ഇന്നലെ കണ്ടല്ലോ ഇവിടെ, ഇന്നലെ ഞാൻ കണ്ടായിരുന്നല്ലോ ഇവിടെ, ഇന്നലെ പോയില്ലല്ലോ. ഞാൻ പറഞ്ഞു, 2 ആഴ്ചയായിട്ട് ഭൂമി ഇരിക്കുക, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമാണോ? ശാരീരികമായ സുഖമില്ലേ? ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നാട്ടിൽ പോകണം. ഇവരോട് ചോദിച്ചത്, നാട്ടിൽ പോകുന്നേ? അവർ പോകണം, അത്യാവശ്യമുണ്ടോ? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ല, നീ പോകണം. അവസാനം അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, ഒരു മർത്തോമേറ്റ് ആണ്. അദ്ദേഹം ഇങ്ങനെ ഇടന്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു അറിയാവുള്ള ബ്രദർ, ഞാനൊരു വീട്ടിൽ തന്നെ പ്രാപിച്ച ദൈവ പൈതലാണ്. എനിക്ക് വർഷങ്ങളായി കർത്താവിന്റെ വിളി എന്റെ മേലുണ്ട്, ദൈവ വേല ചെയ്യണം എന്നുള്ള വിളി എന്റെ പേരിലുണ്ട്. എന്നാൽ അതിനുള്ള അവസരവും സാഹചര്യം അതിൽ, പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ വളരെ വല്ലാതെ ഹേമിക്കുന്ന കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് എനിക്ക് പോകണം. ഞാൻ റിസൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാസ്പോർട്ട് വന്നു, പക്ഷേ അവർ ബാക്കിയുള്ള ബെനിഫിറ്റ്സുകളോ ടിക്കറ്റോ തരത്തില്ല എന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പം അതിനുവേണ്ടി സാമ്പത്തികം നാട്ടിൽ നിന്ന് വരുത്തണം, അതിനുവേണ്ടി ആലോചിച്ചിരിക്കുകയാണ്. പോകണം, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. നാട്ടിൽ ചെന്നപ്പോൾ ജൂൺ മാസം ആരംഭിക്കുകയാണ്. വേദവചനമൊക്കെ പഠിക്കുന്ന, അന്വേഷിച്ചപ്പോൾ വേദവചനമൊക്കെ പഠിക്കുന്ന സമയമാണെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സെമിനാരിൽ പോയി ജോയിൻ ചെയ്ത് ദൈവത്തിന്റെ വചനമൊക്കെ പഠിച്ചിട്ട് കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് മനസ്സിലുള്ളത്. അദ്ദേഹം പറഞ്ഞു, കുറെ നേരം സംസാരിച്ച് പറഞ്ഞു, പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് റൂമിലൂടെ കയറി പോയിട്ട് തിരിച്ച് ഒരു പ്ലാസ്റ്റിക് കവർ എന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാലേന്ദ്രൻ, ആസ് എ സെർവന്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ദാസനായി പോകുന്നത് കൊണ്ട് എന്നെ ഓർത്തും എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ സ്തോത്ര കാഴ്ച എന്റേതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കെട്ട് നോട്ട്, അതായത് ഒരു കെട്ട് നോട്ട് ആദ്യമായി എന്റെ കയ്യിലേക്ക് മനുഷ്യ എടുത്ത് വെച്ച് തരിക. എന്നിട്ട് പറഞ്ഞു, എനിക്കും എന്റെ കുടുംബത്തിൽ ഞാനത് എന്നോട് പറഞ്ഞു, ഇവിടെ തുറക്കണ്ട, റൂമിൽ പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോ അത് ഇന്ത്യൻ മണി, ഇന്ത്യൻ പൈസ 25,000 രൂപ എനിക്ക് ആദ്യത്തെ സ്തോത്ര കാഴ്ചയായി ദൈവം ആരും അറിയാത്ത അന്യനാട്ടിൽ എന്റെ കയ്യിൽ ദൈവം വെച്ച് തന്നു. പ്രിയ ദൈവമക്കളെ, ആദ്യമായിട്ട് അവിടുന്ന് വേല ആരംഭിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ടിക്കറ്റ് എടുക്കാനും അത്യാവശ്യം എന്റെ എല്ലാ കാര്യത്തിലുള്ള പൈസ തന്നു. ഞാൻ കടന്നു വന്നു കൊട്ടാരക്കരയുള്ള വേദവചന വിദ്യാലയത്തിൽ KTS എന്ന് പറയുന്ന കേരള തിയോളജി സെമിനാരിയില് BTHും അതിനോട് ശേഷം ഞാൻ ബദൽ ബൈബിൾ കോളേജില് MD എന്ന് പറയുന്ന ഡിഗ്രിയും കരസ്ഥമാക്കി. പിന്നെ അപ്പോൾ തന്നെ ചില ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്ത ശേഷം
അസംബ്ലീസ് ബോർഡുമായി 2006 മുതൽ ചേർന്ന് അസംബ്ലീസ് ബോർഡ് സഭയുടെ ഒരു പാസ്റ്ററായിട്ട് ഓർഡിനേഷൻ 2014 മുതൽ ഓർഡിനേഷൻ കിട്ടി. ഇന്ന് പല സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും കർത്താവിന്റെ വേല ആദ്യമായി പ്രവർത്തിച്ചത് കുണ്ട്ര സെക്ഷനിൽ നെടുമൺകാവിൽ ഒരു പുതിയ പ്രവർത്തനം ഏറ്റെടുത്തു. അവിടെ കർത്താവിന്റെ വേല ചെയ്തു. ചെറിയൊരു കൂട്ടം ജനത്തെ അവിടെ നേടുവാനിടയായി. അത് അവിടെ ഒരു സഭ രൂപീകരിക്കപ്പെട്ടു. അവിടെ ഒരു ദേവദാസൻ എന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് അതിനുശേഷം പോയത് നമ്മുടെ മാതാ അമൃതാനന്ദമായി താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. കാരണം അവിടെ ഒന്നും വേലയില്ലാത്ത മേഖലയാണ്. അവിടെ കടന്നുപോയി ഒരു ചെറിയ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ പി ഡി തോമസ് എന്ന് പറഞ്ഞ അപ്പച്ചനുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഒരു ഭവനത്തിന്റെ മുറിക്കകത്ത് പ്രാർത്ഥന ആരംഭിച്ചു. കുറച്ചു പേരൊക്കെ അവിടെ നേടി. അതിനുശേഷം അതിനെ ഒരു ദേവദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അത് ഒരു വേലയായി. ഇപ്പോൾ അവിടെ മറ്റൊരു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ഒരു പാസ്റ്ററെ ഉപദ്രവിച്ച വാർത്ത നമ്മൾ കണ്ടല്ലോ, കരുനാഗപ്പള്ളി ഒവാക്കാവില്. അവിടെ ആ വേല ഞാനാണ് അതിന്റെ പൈനിയർ വർക്ക് ചെയ്തത്. ആ വേലയെ പ്രവർത്തിച്ച് അവിടെ കൊടുത്തു. അതിനുശേഷം ഏനാത്തും അതിനുശേഷം ഇപ്പോഴാണ് ചില സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ശേഷം കൂടൽ അസംബ്ലീസ് ബോർഡ് സഭയുടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അങ്ങനെ ദൈവം നൽകിയ കൃപയ്ക്കനുസരിച്ച് അല്പാൽപ്പങ്ങൾ വചനങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുന്നു. ഇവിടെ അടുത്തുള്ള വേങ്ങൂരുള്ള ഹോഫോറിഷ ബൈബിൾ കോളേജിൽ 3 വർഷം അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പളുമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചു. അപ്പോൾ തന്നെ കേരള തിയോളജി സെമിനാരിയില് അവിടുത്തെ ഒരു അധ്യാപകനായിട്ടും കൂടെ പാർട്ട് കൂടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദൈവം അയക്കുന്നിടത്തെല്ലാം കടന്നുപോയി. പരസ്യങ്ങള്, കൺവെൻഷനുകൾ, ദിവസങ്ങളൊക്കെ തന്നെ ഒട്ടനവധി മീറ്റിങ്ങുകൾ വിശ്രമമില്ലാതെ ഈ കഴിഞ്ഞ മാസങ്ങളും അങ്ങേ മാസങ്ങളെല്ലാം തന്നെ എല്ലാ വീക്കെൻഡുകളിലും 2-3 ദിവസം മിറ്റത്ത് കൺവെൻഷൻ വെച്ച് ഒരുപാട് പേര് 2022 മാത്രം എടുത്ത് പഠിച്ചാൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ 36 കുടുംബമാണ് പല സ്ഥലങ്ങളിൽ വിശ്വാസത്തിൽ ഇടയായി തരുന്നത്. അപ്പോൾ തന്നെ കേരളത്തിൽ മാത്രമല്ല സമയവും സന്ദർഭവും മാറ്റിവെച്ച് നോർത്ത് ഇന്ത്യ, പഞ്ചാബ് പോലെ, ഒറീസ പോലെ, അതുപോലെ തമിഴ്നാട് പോലെ, ആന്ധ്ര പോലെ പല സ്ഥലങ്ങളിലും കടന്നുപോയി സുവിശേഷ രണാങ്കണത്തില് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിലെ കടന്നു വന്ന് എന്റെ കൂടെ ബൈബിൾ കോളേജില് വചനം അഭ്യസിച്ച ഒരു കർത്താവിന്റെ ദാസൻ പ്രിയ ഡനിൽ പാസ്റ്റർക്ക് അറിയാമായിരിക്കാം. അവിടെയുള്ള പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ വളരെ ശക്തമായി വേല ചെയ്യുന്ന ദേവദാസനാണ് പ്രീത് മെസ്സി എന്ന് പറയും. അദ്ദേഹത്തിന്റെ പിതാവ് ഭട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അവിടെ വലിയ ഒരു വേല അവിടെ കടന്നു വന്ന പല മെഗാ കൺവെൻഷനുകളിലും ശുശ്രൂഷിപ്പാനും ഒരുപാട് പേരെ കർത്താവിന് വേണ്ടി നേടുവാനും ഒക്കെ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി ശക്തമായ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ പിന്നെയും പറയാം. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോ ഒരു 1-2 വാക്യങ്ങൾ വചനം കൂടെ പറഞ്ഞിട്ട് എന്റെ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു തിരുവചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇഫ് യു ന്യൂ ദ ട്രൂത്ത്, ദാറ്റ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. സത്യം അറിയുന്നെങ്കിൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അപ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ കുട്ടിക്കാലം മുതലേ സത്യാന്വേഷിയായിരുന്നു. സത്യാന്വേഷി ആയതുകൊണ്ട് കൃപയാൽ ബോബസിന്റെ വയലിൽ രൂത്ത് എത്തപ്പെട്ടതുപോലെ, ജാതീയ സ്ത്രീ എത്തപ്പെട്ടതുപോലെ ഒരിക്കലും ഈ ഭാഗത്ത് വരുവാൻ, ഈ സത്യത്തിന്റെ പാതയിൽ വരുവാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എന്റേത്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹം പിതാവ് ആകർഷിച്ചുകൊണ്ട് മാത്രം കൃപയാൽ ഈ നല്ല ബോബസാകുന്ന ക്രിസ്തുവിന്റെ വയലിൽ എത്തിച്ചേരുവാൻ പിതാവായ ദൈവത്തിനോട് സ്നേഹം തോന്നി. അതുകൊണ്ട് സത്യം അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ എന്റെ മനസ്സിൽ ഉരുത്തിരിച്ചു വന്ന ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പല റോബർട്ട് ഡി നോബിളി പോലെ, അതുപോലെ ഫ്രാൻസിസ് സേവിയറെ പോലെ ഒരുപാട് പേര് ഇന്ത്യയിലേക്ക് മിഷണറി വരെ വന്നപ്പോൾ അവർ ഇന്ത്യൻ കപ്പിലാണ് സുവിശേഷം കൊടുത്തത്. കാരണം ഇന്ത്യയിലുള്ള ജനങ്ങളോട് സുവിശേഷം അറിയിക്കേണ്ടതിന് അവർ ഇന്ത്യക്കാരെ പോലെ വേദങ്ങൾ പഠിക്കുവാനും കാവ്യവസ്ത്രം ധരിക്കുവാനും ആ സുവിശേഷം അവർക്ക് പകർന്നു കൊടുക്കുവാൻ അവര് ഇന്ത്യയിലെ ഈ ആചാരങ്ങളുടെ രീതിയിലൂടെ സുവിശേഷം കൊടുത്തതുപോലെ ദൈവം നൽകിയ എനിക്കൊരു നിയോഗമാണ് സത്യം അറിയിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മിനിസ്ട്രിക്ക് പേര് കൊടുത്തു. സദ്ഗമയ ഗോസ്ബൽ മിനിസ്ട്രി എന്ന ഒരു പേര് കൊടുത്തു. സത്യത്തിലേക്ക് ഗമിപ്പിക്കുന്ന സുവിശേഷം എന്ന അർത്ഥം വരുന്ന സദ്ഗമയ ഗോസ്ബൽ മിനിസ്ട്രി എന്ന കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന ഈ വിശ്രമം കൂടാതെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര അതിന്റെ ഒരു പ്രയർ ടവർ ഉണ്ട്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനില് അതിനടുത്തൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട്. കുറെ സഹോദരന്മാരും സഹോദരിമാരും കടന്നു വന്നവിടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എല്ലാ വ്യാഴാഴ്ചയും സദ്ഗമയ ഗോസ്ബൽ മിനിസ്ട്രിയുടെ ഓപ്പൺ എയർ മീറ്റിംഗ് ഉണ്ട്. കഴിവതും എല്ലാ മാസത്തിന്റെ അവസാന 3 ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു മിറ്റത്തെ കൺവെൻഷൻ ഉണ്ട്. അപ്പോൾ തന്നെ കൺവെൻഷനുകൾ, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനുകൾ, ഇങ്ങനെ കർത്താവിന്റെ വേല ജീവൻ ഉള്ളിടത്തോളം, ശ്വാസം ഉള്ളിടത്തോളം, ആരോഗ്യം ഉള്ളിടത്തോളം, ഓർമ്മ ഉള്ളിടത്തോളം കർത്താവിന്റെ വേല ചെയ്ത് അത് തികക്കണം എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങൾക്ക് വായിച്ച കുറിവാക്കി ഒന്ന് ഉറപ്പിച്ചുകൊള്ളട്ടെ. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അപ്പോ എന്നെ കേൾക്കുന്ന എന്റെ വിശേഷാല് ആരോമ ടിവിയിലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്,
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യം അറിയാതിരിക്കുന്നെങ്കിൽ സത്യം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു ഗ്രന്ഥമാണ് സത്യ വേദ പുസ്തകം. അത് എന്റെ ജീവിതത്തിൽ ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കാരണം സത്യ വേദ പുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സത്യത്തിന് വേണ്ടിയുള്ള അന്വേഷണ വ്യഗ്രത മനുഷ്യ ഉൽപ്പത്തിയോളം പഴക്കമുള്ള ഒരു ചോദ്യമാണ്. നമ്മള് ലോകമെമ്പാട് നോക്കുമ്പോൾ ഇവിടെ വചനം പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ഏകദേശം 12,000 വർഷങ്ങൾക്ക് അപ്പുറം യോഹന്നാന്റെ പുസ്തകം പഠിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ 18-ാം അധ്യായം 38-ാം വാക്യത്തില് കഥാവാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വന്ന സത്യം ശക്തമായി വിളംബരം ചെയ്തപ്പോൾ, വിളിച്ചു പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ അന്നത്തെ മതാനുസാരികളും ഇവിടുത്തെ മഹാപുരോഹിതന്മാരും അവിടുത്തെ ഭരണാധികാരികളും എല്ലാം ക്രിസ്തുവിനെ ക്രൂശിക്കാനായി പിടിച്ചുകൊണ്ടുവരുമ്പോൾ, ഇന്നത്തെ സുപ്രീം കോടതി ജഡ്ജിയെക്കാളും പരമോന്നത നീതിപീഠമായിരിക്കുന്ന റോമ ഗവൺമെന്റിന് കോടതി മുമ്പാകെ വിസ്താരത്തിന് കൊണ്ടുവന്നപ്പോൾ അന്നത്തെ ജഡ്ജിയായിരുന്ന പീലാത്തോസ് ഇങ്ങനെ ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ക്രിസ്തു ഇങ്ങനെ തന്റെ ഇടത്തോടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, തല ഉയർത്തി പറഞ്ഞു, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് അവതരിച്ച സ്നേഹത്തിന്റെ സ്നേഹഭാവമാണ് ഞാൻ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് അവതരിച്ച സ്നേഹഭാവമാണെന്ന് ഞാനന്ന് വിളംബരം ചെയ്തപ്പോൾ പീലാത്തോസ് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? വാട്ട് യു മീൻ ബൈ ദ ട്രൂത്ത്? നീ സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പീലാത്തോസ് ചോദിക്കുകയാണ്. അപ്പോൾ സത്യം എന്താണെന്ന് ചോദിച്ചത് പീലാത്തോസ് മാത്രമല്ല, സുപ്രീം കോടതി ജഡ്ജിയെക്കാളും പരമോന്നത നീതിപീഠമായിരുന്ന ജഡ്ജിമാർ മാത്രമല്ല, സകല വ്യക്തികളും ചോദിച്ചു, സത്യം എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം, ഈ സൂര്യൻ, ചന്ദ്രൻ, താരങ്ങൾ, ഭൂമി, ഈ ബ്രഹ്മാണ്ഡ കടാഹം, മനുഷ്യജാലങ്ങൾ, പക്ഷിമൃഗാദികൾ, വൃക്ഷമൃഗാദികൾ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം മനുഷ്യ ഉൽപ്പത്തിയോളം ചിരപുരാതനമായ ഒരു ചോദ്യമാണ്. ആ ഋഷഭാരതത്തിലെ മുനിവര്യന്മാരും ഇങ്ങനെ എന്താണ് പാടിയത്? അസതോമാ സദ്ഗമയ. അപ്പൊ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തണമെന്നുള്ളത് അവരുടെയും പ്രാർത്ഥനയാണ്, അവരുടെയും ദീനരോധനമാണ്. സത്യം അവർക്കും അറിയില്ല. എന്താ സത്യമെന്ന് അവ്യക്തമായിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള സത്യം ആരാണ്? സത്യം വചനമാണ്, സത്യം ക്രിസ്തുവാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, സത്യഗ്രന്ഥം, ബൈബിൾ സത്യഗ്രന്ഥമാണ്. തെറ്റ് ചെയ്തവരെന്നും നീതി ചെയ്തവരെന്നും അല്പം പോലും മുഖംമൂടിയില്ലാതെ വ്യക്തമാക്കുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. അത് വർണ്ണിക്കണമെങ്കിൽ ഒരു പുരുഷായുസ് കൊണ്ട് കഴിയില്ല, ഒരു ജീവിതം കൊണ്ട് കഴിയില്ല. അത്രമാത്രം അഗാധ സമുദ്രമാണ്, ആഴമേറിയ സമുദ്രമാണ് തിരുവചന സത്യങ്ങൾ. ആ സത്യത്തിന്റെ ഒരു അംശമെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യപദവിയായി ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, സത്യവേദ പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് പോലും ഉൽപ്പത്തി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദ എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് വായിച്ചു പോകും, അടുത്ത വാക്യത്തിലേക്ക് പോകും, ഭൂമി പാഴും ശൂന്യമായിരുന്നു. പക്ഷേ സത്യവേദ പുസ്തകത്തിന്റെ ആദ്യ വാക്യം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിപ്പിക്കുന്ന എഴുത്തുകാരനെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോൾ മനുഷ്യനിർമ്മിതമാകുന്ന ദൈവത്തിനെതിരെ പടുത്തുയർത്തിയ പല പ്രത്യയശാസ്ത്രങ്ങളെയും ഒരൊറ്റ വാക്യം കൊണ്ട് ദൈവം ചവറ്റുകൊട്ടയിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റ് കുമ്പാരത്തിലേക്ക് തമ്പുരാൻ വലിച്ചെറിയുവതൊക്കെ ഇടയായിത്തീർന്നു. അതിന്റെ ഒന്നാമത്തേതാണ് നിരീശ്വരവാദം, ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന വാദം. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന നമുക്കറിയാം, ദൈവമില്ല എന്ന് മൂഢനാണ് പറയുന്നത്. അപ്പോൾ മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നു, ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ ആദ്യമേ ആരംഭിക്കുന്നത് മൂഢനെ വെട്ടിക്കൊണ്ടാണ്. കാരണം ആ നിരീശ്വരവാദം എന്ന പ്രത്യയശാസ്ത്രത്തെ വലിച്ചു കീറി ദൈവം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ദൈവം എന്ന പദം ബൈബിളിന്റെ ആദ്യ സെന്റൻസിൽ എഴുതി ചേർക്കുവാൻ ദൈവം മറന്നില്ല. മോശത്തെ ഉപയോഗിച്ചു. അതുകൊണ്ട് നിരീശ്വരവാദം അഥവാ ആന്റിതെയിസം വേസ്റ്റ് ബക്കറ്റിലേക്ക് പോയി. രണ്ടാമതായിട്ട് പോളിതെയിസമാണ്. എന്താണ് പോളിതെയിസം? ബഹുദൈവ വിശ്വാസം. ദൈവം ഏകനാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ ദൈവം ഏകനല്ലോ. ഹിന്ദു പുരാണവും പറയുന്നു, ഏകം സത് വിപ്ര ബഹുദ വദന്തി, സത്യം ഏകമാണ്. അപ്പൊ സത്യം ഏകമാണെന്നിരിക്കെ ബഹുദൈവ വിശ്വാസം പിശാച് ക്രൈസ്തവരുടെയിലും മറ്റിതര നാനാജാതി മതസ്ഥരുടെയും ദൈവത്തെ വികലമാക്കി നാനാ തരത്തിലാക്കുവാതൊക്കെ ഇടയായിട്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ആദിയിൽ ദൈവങ്ങളല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേകത്വമാണ്, ഏകമാണ്. അപ്പോൾ ദൈവം ഏകനാണെന്ന് വേദപുസ്തകം ആദ്യമേ തന്നെ പറയുകയാണ്. ദൈവം ത്രിയേകത്വമല്ല, ഇത് പറഞ്ഞാൽ ത്രിയേകത്വമാണ്. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ്. ആ മൂന്ന് വ്യക്തിത്വങ്ങളുടെ ഏക സത്തയാണ് നമുക്കറിയാം. അപ്പോൾ ആ ദൈവം ഏകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ രണ്ടാമതായി പോളിതെയിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ ദൈവം
ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഇവല്യൂഷൻ പ്രോസസ്സാണ്, പരിണാമവാദം. മൂന്നാമതായി പറയുന്നത് പരിണാമവാദമാണ്. എല്ലാം പരിണമിച്ചുണ്ടായി, ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം പരിണമിച്ചുണ്ടായി എന്ന് പഠിപ്പിച്ച ചാൾസ് ഡാർവിന്റെ നിരീശ്വരവാദ പ്രത്യയശാസ്ത്രം നമുക്കറിയാം. എന്നാൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നു പരിണാമവാദമല്ല, സൃഷ്ടിവാദമാണ്. സൃഷ്ടിച്ചതാണ്, എല്ലാം ഒറ്റ വാക്കുകൊണ്ടുണ്ടാക്കി. സകല പ്രപഞ്ചത്തെയും സൂര്യനെയും ചന്ദ്രനെയും താരങ്ങളെയും ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെയൊക്കെ ശക്തിയുള്ള വചനം കൊണ്ടുണ്ടാക്കി. എബ്രായ ലേഖനം 11:3 പറയുന്നു, ദൃശ്യമായതിനും അദൃശ്യമായതിനെല്ലാം കാരണം വരുമാറ് ദൈവം തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കി. മാത്രമല്ല യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം 28:7 പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്? അത് നാസ്തികത്തിൽ തൂക്കിയിരിക്കുന്നു. ദൈവം ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയ ദൈവം ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇവല്യൂഷൻ പ്രോസസ്, പരിണാമവാദത്തെ ചാൾസ് ഡാർവിൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഏകകോശ ജീവി അമീബയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ആവാന്തര വിഭാഗങ്ങളായി രൂപാന്തരങ്ങൾ സംഭവിച്ചു ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏപ്പ് എന്ന് പറയുന്ന ഒരു കുരങ്ങിലേക്ക് വരുന്നു, കുരങ്ങിന്റെ വാല് ചുരുളുന്നു, പിന്നെ മനുഷ്യനായി മാറുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുന്നത് പരിണാമ സിദ്ധാന്തത്തെ ദൈവം എടുത്ത് വലിച്ചീറി കളഞ്ഞിട്ട് പറഞ്ഞു, എന്താണ്, ഇത് ദൈവമാണ് സൃഷ്ടിച്ചത്. ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കി, മനുഷ്യനെ തന്റെ കൈ കൊണ്ടുണ്ടാക്കി. അതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. അപ്പോൾ മനുഷ്യൻ മണ്ണാണെന്ന് വളരെ വ്യക്തമായി നമുക്കറിയാമല്ലോ. ശരീരത്തിൽ നിന്ന് ആത്മാവ് കൊണ്ട് പോയാൽ, ആത്മാവ് മാറിയാൽ ഇത് മണ്ണാണ്. എന്താണ്, ഒരു 10 രൂപയുടെ വില മാത്രമേ ഈ ശരീരത്തിനുള്ളൂ. 1 രൂപയുടെ മഗ്നീഷ്യം, 1 രൂപയുടെ പൊട്ടാസ്യം, 1 രൂപയുടെ സോഡിയം, കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, ഇരുമ്പ് എല്ലാം കൂടെ ചേർന്ന ഒരു 10 രൂപയുടെ വില മാത്രം ശരീരത്തിൽ. പക്ഷെ ആത്മാവ് ദൈവത്തിൻ്റെതാണ്. അതിന് ക്ഷയമില്ല, അതിന് ശാശ്വതമായ ഒരു ഭവനമുണ്ട്, ഒരിക്കലും അത് നശിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പരമപ്രധാനമാണ് ആത്മാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഇവല്യൂഷൻ പ്രോസസ്സിനെ ചവറ്റുകൊട്ടയിലേക്ക്. മറ്റൊന്നാണ് പാന്തയിസം. പാന്തയിസം പറയുന്നു ദൈവം ഒരു സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിയല്ല, ദൈവം സൃഷ്ടിതാവാണ്. ദൈവം സൃഷ്ടിതാവായതുകൊണ്ട് തന്നെ സൃഷ്ടിക്കകത്തകം ദൈവം ഇരിപ്പില്ല. മണ്ണിലോ വിണ്ണിലോ തൊഴിലോ തുരുമ്പിലോ ദൈവമില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 103:19 പറഞ്ഞ ഇങ്ങനെയാണ്, ഞാൻ എന്റെ സിംഹാസനം സ്വർഗത്തിൽ വച്ചിരിക്കുന്നു, എന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കും. അപ്പോൾ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണെന്നും ആ ദൈവമാണ് സകല കൺട്രോളും, തന്റെ മെയിൻ സ്വിച്ച് അവിടെയാണെന്നും, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും ഈ അമേരിക്കയും സകല ഐക്യനാടുകളും സകല ഭൂഖണ്ഡവും തമ്പുരാന്റെ കൺട്രോളിലാണെന്നും, ആരെല്ലാം എന്തെല്ലാം പദ്ധതി ആസൂത്രണം ചെയ്താലും, ഹാമാൻ എന്തെല്ലാം കഴുകുമരം ഒരുക്കിയാലും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഹാമാന്റെ കഴുകുമരം തനിക്ക് വിനയായി തീരുമെന്നും വളരെ വ്യക്തമായി തീരുമെന്ന് പഠിക്കുന്നത് കൊണ്ട് തന്നെ സകലത്തിന്റെ കൺട്രോൾ ദൈവമാണ്. അതുകൊണ്ട് ദൈവ സൃഷ്ടിയല്ല, ദൈവ സൃഷ്ടിതാവാണ്. അവൻ മനുഷ്യന്റെ ഈ ദൃശ്യ മണ്ഡലത്തിലല്ല, അവൻ അദൃശ്യനാണ്. അവന്റെ വാസസ്ഥല സ്വർഗമാണ്. അവൻ അവിടെ ഇരുന്നു കൊണ്ട് സകലത്തെ നിയന്ത്രിക്കുകയാണ്. സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു മഹാദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ മഹാദൈവം. അതുകൊണ്ട് തന്നെ ഈ ഫദലിസം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഫിലോസഫിയെ ദൈവം ചവറ്റുകൊട്ടയിൽ വലിച്ചെറിഞ്ഞവർ ദൈവ സൃഷ്ടിതാവാണെന്നും അവൻ ഏകനാണെന്നും അവൻ ഇരിക്കുന്നത് നിത്യസ്വർഗത്തിലാണെന്നും, അതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏതെങ്കിലും ക്ഷേത്രമോ പള്ളിയോ അമ്പലമോ മോസ്കോ പുരുഷരിയോ പുരിയാലയോ അല്ല ദൈവത്തിന്റെ വാസസ്ഥലമെന്നും, ഹൃദയമാണ് ഈശ്വരന്റെ വാസസ്ഥലമെന്നും വ്യക്തമായി ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നു. മറ്റൊന്നാണ് മെറ്റീരിയലിസം. എന്താണ് ഭൗതികവാദം? എന്താണ് പ്രപഞ്ചം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, സന്തോഷിക്കുക, ആനന്ദിക്കുക, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നത് പോലെ എന്താണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് മെറ്റീരിയൽസ് ഭൗതികവാദം പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മദ്യപിച്ച് മതോന്മത്തനായിട്ട് ജീവിക്കുക, ലോകപ്രകാരം അടിച്ചു പൊളിച്ച് ഏത് വഴിയിലും ജീവിക്കുക എന്നുള്ള ചിന്തയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ there is a beginning and there is an end. ഒരു തുടക്കമുണ്ടോ, ഒരു ഒടുക്കമുണ്ട്. നമുക്കൊരു പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട്, ഒരു അവസാനമുണ്ട്. മാത്രമല്ല അതിനൊരു പരിസമാപ്തി ഉണ്ട്. ഒരിക്കലും ഇതെല്ലാം അസ്തമിക്കുമെന്ന് വേദപുസ്തകം ആദ്യം തന്നെ പറയുകയാണ്. അവസാനത്തെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണ്. ഒരു പ്രസംഗകൻ തന്റെ പ്രസംഗത്തിന്റെ അവസാനം ആദ്യം കാണുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ അവസാനത്തെ കുറിച്ച് വേദപുസ്തകത്തിന്റെ ആദ്യ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, there is a beginning, also there is an end. ഒരു തുടക്കമുണ്ട്, ഒടുക്കം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസും പറഞ്ഞിരിക്കുന്ന ഭൗതികവാദത്തെ വേദപുസ്തകത്തിന്റെ 1-ാമത്തെ വാക്യം തന്നെ ഖണ്ഡിച്ചു കളയുക. തീർന്നില്ല, അവസാനമായിട്ട് അതാണ് പാന്തയിസം. എന്താണ് പാന്തയിസം പറയുന്നത്? എന്താണ്? there is no purpose behind any creation. ഒന്നിന്റെ പിന്നിലും എന്തില്ല, ഒരു ഉദ്ദേശമില്ല. നമ്മളിങ്ങനെ ജീവിച്ച് മരിക്കുക, അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു ആദ്യ വാക്യത്തിൽ പറയുന്നു, ഇൻ ദ ബിഗിനിങ് God created the heavens. ദൈവം ഉണ്ടാക്കിയത് ആകാശമാണ്. ഹെവൻസ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ഷമായിം എന്നുള്ള പദമാണ് എബ്രായ പദം. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുകളിലുള്ള സകലത്തെ ഷമായിം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഷമായിം എന്ന് പറഞ്ഞാൽ സകലതും ദൃശ്യമായത് മാത്രമല്ല അദൃശ്യമായത് മുഴുവനും തമ്പുരാൻ സൃഷ്ടിയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ വി ആർ അക്കൗണ്ടബിൾ ടു ഗാഡ്, വി ആർ ബാക്ക് ടു ഗാഡ്. നമ്മൾ തിരിച്ചു ചെല്ലണം. സങ്കീർത്തനം സഭാപ്രസംഗി 12:8 പറയുന്നത് പോലെ പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് പോകുന്നു, ആത്മാവോ മടങ്ങിച്ചെല്ലുന്നു.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹൃദയരായ എന്റെ സ്നേഹനിധികളായ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, മരണാനന്തരം നമുക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞതെല്ലാം അക്ഷരം സംഭവിച്ചുകൊണ്ടിരിക്കുക. മൂഢജാതികളെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും. സ്വന്തത്തിലേക്ക് വന്നോ, സ്വന്തക്കാർ എന്നെ കൈക്കൊണ്ടില്ല. മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ആദമഹവ ദമ്പതികളിലൂടെ വന്നുപോയ പാപം നമുക്കറിയാം. ഞാൻ പറയാതെ എന്റെ സഹൃദയരായ എന്റെ ശ്രോതാക്കൾക്ക് അറിയാം. ക്രിസ്തുവിനെ കുറിച്ച് എന്നെക്കാളും നല്ല അറിവും ജ്ഞാനവും ബോധ്യമുള്ളവരാണ് എന്റെ ശ്രോതാക്കൾ എന്ന ബോധ്യമുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, ഒരു ദൈവദാസ നിലയ്ക്ക് ദൈവദാസ നിലയ്ക്ക് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിന്നുകൊണ്ട് ചില കാര്യം ഞാൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, സകലത്തെ ഉണ്ടാക്കി, നമുക്കറിയാം 6-ാം ദിവസം ഉണ്ടാക്കി. അവനെല്ലാം ഉണ്ടാക്കി വെച്ച ശേഷമാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. എന്തിനാ ദൈവം എല്ലാം ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കി? ഒന്നിനു വേണ്ടി മനുഷ്യൻ ഭാരപ്പെട്ടത്, 2, ഒന്നിന്റെ ഉടമസ്ഥാവകാശം അവന് സ്ഥാപിക്കരുത്. ഒരുപക്ഷെ ദൈവം എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ പറഞ്ഞ ഞാനും ദൈവവും ചേർന്ന് ഈ കാണുന്ന വൃക്ഷങ്ങളെ ഉണ്ടാക്കി, പക്ഷികളെ ഉണ്ടാക്കി, മൃഗങ്ങളെ ഉണ്ടാക്കി എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരിക്കേണ്ടതിന് അവന് വേണ്ടതെല്ലാം ദൈവം മുന്നമേ കരുതിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിപ്പാൻ തക്കൊണ്ട് വിടുക. അത്രമാത്രം സർവജ്ഞാനിയാണ് മഹാദൈവം. മാത്രമല്ല അവന് വേണ്ടുന്ന എല്ലാം ദൈവം കൊടുത്തു. സ്തോത്രം. അപ്പോൾ അവന്റെ പാർശ്വത്തിൽ തന്നെ അവന് ഭാര്യ ദൈവം കൊടുത്തു. ഹൃദയഭാഗത്ത് തന്നെ ഭാര്യ ഉണ്ടാക്കി ദൈവം കൊടുത്തു. അവന് ഇഷ്ടമുള്ള രീതിയിൽ, അവന് മനസ്സിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം തക്കതായ തുണ ഉണ്ടാക്കി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇന്ന് മണവാളനാകുന്ന ക്രിസ്തുവിന്റെ ഉള്ളിൽ മണവാട്ടിയാകുന്ന സഭ മറഞ്ഞിരിക്കും പോലെ, കാന്തം മറഞ്ഞിരിക്കും പോലെ, മണവാളനാകുന്ന കർത്താവിന്റെ ഉള്ളിൽ മണവാട്ടിയാകുന്ന സഭ മറഞ്ഞിരിക്കും പോലെ ആദാമിന്റെ ഉള്ളിൽ മണവാട്ടിയാകുന്ന ആ ഹൗവ ഉണ്ടായിരുന്നു. അവന് അത് എടുത്തു കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അങ്ങനെ ഇന്നും നാമെ ദൈവദാസന്മാർക്കെതിരെ വെല്ലുവിളിക്കുന്നവരും ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ഒരുപാട് ദൈവമക്കളൊക്കെ ഉണ്ട്. എന്നോട് ക്ഷമിക്കണം പ്രിയ സഹോദരങ്ങളെ. ആ സ്വഭാവങ്ങളെല്ലാം മാറ്റി മണവാളന് കീഴ്പ്പെട്ട് തലയ്ക്ക് താണിരുന്നുകൊണ്ട്, ഈ പാർശ്വത്തിരുന്നുകൊണ്ട് സഭ കാന്ത എപ്പോഴും ക്രിസ്തുവിന് താഴിരുന്നുകൊണ്ട്, തലയോളം വളരുന്നത് ശിഷ്യന് നല്ലതാണ്. തലയെക്കാളും വളരാൻ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ മഹിമയാണ്. ആ ക്രിസ്തുവിനെ പോലെ ആകുന്നത് ഏറ്റവും നല്ലതാണ്. ക്രിസ്തുവിനെ പോലെ ആകാൻ ഒരു പുരുഷ ജന്മം പോരാ. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നാം വരണമെങ്കിൽ ഒരു പുരുഷ ജന്മം പോരാ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ തലയ്ക്ക് താഴെ നിന്നുകൊണ്ട്, ആ ക്രിസ്തുവിന്റെ പാർശ്വത്തോട് ചേർന്നിരുന്നുകൊണ്ട്, ആ ശരീരമാകുന്ന സഭ ക്രിസ്തുവിന്റെ തലയ്ക്ക് താഴെ ഇരുന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് കർത്താവിനോടൊപ്പം വസിക്കുവാനും കർത്താവിന്റെ ആജ്ഞാനുവർത്തിയായി ആമെ പ്രവർത്തിപ്പതക്കണം ഇവിടെയായി തീരും. പെട്ടെന്ന് പറഞ്ഞു വരട്ടെ. അപ്പോൾ ദൈവം ഉണ്ടാക്കിയ ആദാം ഹവ്വ ദമ്പതികൾ പൈശാചിക പ്രേരണയാൽ പാപത്തിന് വശംവദരായി. എങ്ങനെയാണ് വശംവദരായത്? പൈശാചിക പ്രേരണ. ആരാണ് പിശാച്? ഫാളൻ ഏഞ്ചൽസ് ആണ്, വീണുപോയ ദൂതന്മാരാണ്. അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് ആദാം ഹവ്വ ദമ്പതികള് എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം ഇറങ്ങി വരുന്ന സംസാരിക്കുന്നു. ആ ഒരു ഫെലോഷിപ്പ്, ആ ഒരു കൊയിനോനിയ അവൻ അസഹ്യമായി തോന്നി. കാരണം അവനുമായിട്ടായിരുന്നു ഫെലോഷിപ്പ്. ആ സ്വർഗത്തിലെ ആ എല്ലാ രമ്യഹർമ്മ്യങ്ങളോടും കൂടിയുള്ള ആ വാസസ്ഥലത്ത് വസിച്ചിരുന്ന, ആ ഏതൻ ഉദ്യാനത്തിലായിരുന്ന ആ സന്തോഷാവസ്ഥ ഈ ദൂതന്മാർക്ക്, ഈ ലൂസിഫർക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ ബന്ധം മനുഷ്യനുമായി സ്ഥാപിക്കാൻ മനുഷ്യനെ ഉണ്ടാക്കി എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ഇറങ്ങി വരും. അപ്പോൾ അതാണ് നിഷ്പാപയുഗം. നിഷ്പാപയുഗം 1-ാമത്തെ യുഗമാണ്. 2-ാമത്തെ യുഗം മനസാക്ഷി യുഗമാണ്. 3-ാമത്തെ യുഗമാണ് മഗ്ദത്ത് യുഗം. 4-ാമത്തെ യുഗം എന്താണ് മാനുഷിക ഭരണയുഗം. പിന്നീട് കൃപായുഗം, സഹസ്രാബ്ദം, ഇങ്ങനെ 7 യുഗങ്ങളാണ്. അപ്പോൾ ആദ്യം നിഷ്പാപ യുഗത്തിൽ പാപം ചെയ്യാതെ വസിച്ച എത്ര കാലം നമുക്കറിയില്ല. എന്നാൽ ആദം ഹവ്വ ദമ്പതികൾക്കിടയിൽ പിശാച് തന്ത്രരൂപേണ കടന്നു ചതിച്ചു. 7 കൂട്ടം കാര്യങ്ങൾ പിശാച് അവിടെ ചെയ്തു. ഒന്ന്, അവരെ പ്രലോഭിപ്പിച്ചപ്പോൾ പെട്ടെന്ന് അവർ പ്രേരണ കൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു. ആ വൃക്ഷഫലം പഴിച്ചു തിന്നു ഭർത്താവിന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? നഗ്നരായി തോന്നി, വിവസ്ത്രരായി തോന്നി. ദൈവം കൊടുത്ത തേജസ്സിന്റെ ആവരണം അവരെ വിട്ട് അകന്നുപോയി, എവിടെയോ അകന്നുപോയി. അപ്പോൾ അവർ വിവസ്ത്രരായി തോന്നി. ആദാമിനെ ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങളെ പോലെയല്ല, പൂർണ്ണ വളർച്ചയെത്തിയ യുവാവായിട്ട് യുവതിയായിട്ടാണ് ആദ്യ ഹവ്വ ദമ്പതികൾ ഉണ്ടായത്. പക്ഷെ അവർക്ക് വസ്ത്രം ഇല്ലായിരുന്നു. കാരണം തേജസ്സിന്റെ വസ്ത്രം, ദിഗംബരന്മാരായിരുന്നു പറയാം അവർ. ഇവിടെ നമ്മുടെ ഇന്ത്യ കോണ്ടക്സ്റ്റിൽ വെക്കുമ്പോൾ ഒരുപാട് ദിഗംബര സന്യാസിമാര് എന്റെ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർ ഒക്കെ ഉള്ള സ്ഥലത്ത് കാണും. ദിക്കുകളെ വസ്ത്രം ധരിച്ചുകൊണ്ട്, വസ്ത്രം ധരിക്കാതെ പോകുന്നവർ ദിഗംബരന്മാരാണ്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും അവർക്ക് വസ്ത്രങ്ങളാണ്, അവർ വസ്ത്രം ധരിക്കാറില്ല. അതുപോലെ ആദം ഹവ്വ ദമ്പതികൾ ദിഗംബരന്മാരായിരുന്നു. അന്ന് അവർക്ക് വസ്ത്രത്തിന്റെ ആവശ്യകത ഇല്ലായിരുന്നു. കാരണം അവർ പാപം എന്താണെന്ന് അറിയാത്തവരാണ്, പാപത്തെ കുറിച്ച് അവർക്ക് അറിയില്ല. നിഷ്പാപ യുഗമാണ്. എന്നാൽ പിശാച് അവരെ വഴിതെറ്റിക്കേണ്ടതിന്റെ പൈശാചിക പ്രേരണയാൽ പാപത്തിന്റെ അടിമകളായി തീർന്നപ്പോൾ അവർക്ക് ഒന്നാമതായിട്ട് സംഭവിച്ചത് നഗ്നരെന്ന് തോന്നി. അവർ അത്തിയിലെ കൂട്ടിത്തുരി ചില കർമ്മമാർഗങ്ങൾ ചെയ്തു. പാപത്തെ മറയ്ക്കുവാൻ ഇന്ന് ലോകമെമ്പാടും, വിശേഷ കേരളക്കാരും ഇന്ത്യക്കാരും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുകയാണ്. എന്തെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ നാം കാണുകയാണ്. ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം കണ്ണോടിക്കുമ്പോൾ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു. പാപത്തെ മറയ്ക്കുവാൻ, പാപത്തെ ലഘൂകരിക്കാൻ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു. പക്ഷെ അവർക്ക് ഈ സത്യം അറിയില്ലല്ലോ. അവരുടെ നഗ്നത മറയ്ക്കുവാൻ, ഈ കർമ്മങ്ങൾക്കോ, അവർ ചെയ്യുന്ന ഈ വസ്ത്രം ഉണ്ടാക്കി, അത്തിയിലെ കൂട്ടിത്തുന്നി വസ്ത്രങ്ങൾ ഉണ്ടാക്കി പാപത്തെ മറയ്ക്കുവാൻ ഒരുപാട് കർമാചാരം നടക്കുകയാണ്.
എന്നാൽ വെയിലടിച്ചപ്പോൾ അതെല്ലാം കരിഞ്ഞുപോയി. അർത്ഥാൽ ഈശ്വരനാകുന്ന മഹാദൈവമാകുന്ന ക്രിസ്തു വെളിപ്പെടുമ്പോൾ നമ്മുടെ നഗ്നത വീണ്ടും അനാവരണം ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മൾ ചെയ്ത പാപങ്ങൾ ക്രിസ്തുവിന് മാത്രമേ മറക്കാൻ കഴിയുള്ളൂ. കാരണം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. വചനം പറഞ്ഞിരിക്കുന്നു, യെരമ്യാ പ്രവചനം 17-ാം അധ്യായം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹൂദയുടെ പാപം ഞാൻ ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു, അത് സദാകാലത്തേക്കും പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ, ജന്മകർമ്മ പാപങ്ങളെ ദൈവം സദാകാലത്ത് കൊത്തിവെച്ചിരിക്കുകയാണ്. മായ്ക്കുവാൻ ലോകത്തിലെ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാൻ കഴിയില്ല. കാരണം നഗ്നത വെളിപ്പെട്ടു. വെയിലടിച്ചപ്പോൾ അത്തിയില കരിഞ്ഞുപോയി, നഗ്നത വെളിപ്പെട്ടു. അത് പോകുവാൻ മറ്റൊരുത്തൻ രക്ഷയില്ല. നമുക്കറിയാം, ക്രിസ്തുവിന്റെ രക്തം സകല പാപത്തെ പൊക്കി ശുദ്ധീകരിക്കും. ക്രിസ്തുവിന് മാത്രമേ മാനവരാശിയുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന നഗ്നമായ സത്യം എന്റെ ശ്രോതാക്കൾ തിരിച്ചറിയണം. ദൈവം അവിടെ ഒന്നാമത് സംഭവിക്കുന്നത്, നഗ്നരാണെന്ന് തോന്നി, രണ്ടാമവർക്ക് ഭയം പിടിച്ചു. അപ്പോൾ പാപം ചെയ്യുന്നവർക്ക് ഒന്നാമതായി അവർക്കൊരു അപകർഷതാബോധം, നഗ്നത വെളിപ്പെടുന്നു. രണ്ടാമതായി ഭയം പിടിക്കുന്നു. അവർ ഭയപ്പെട്ട് എങ്ങോട്ടൊന്നില്ലാതെ ഓടി ഒളിക്കുന്നു. അനേകരും പാപം ചെയ്ത് മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം, മോഷണം, അഹങ്കാരം, നിഗളം എന്നുവേണ്ട പിടിച്ചുപറി സകല വിധ്വംസ പ്രവർത്തനങ്ങളും നടത്തി അനേകർ ഒളിച്ചിരിക്കുകയാണ് എവിടെയൊക്കെയോ. ചിലര് നാട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും പോയി അവിടെ പാർക്കുന്നു. ഇന്ത്യയുടെ അമൂല്യ സ്വത്തുക്കളെ തട്ടിയെടുത്തുകൊണ്ട് കോടാനുകോടി രൂപകളെ, ഇവിടുത്തെ നികുതി പണം തട്ടിയെടുത്തുകൊണ്ട് പല വ്യക്തികളും അന്യരാജ്യങ്ങളിൽ താമസിക്കുന്നു. അതുപോലെ പാപം ചെയ്ത് അനേകര് മദ്യത്തിലും മയക്കുമരുന്നിലും അടിമകളായി തലവറ കിടക്കുന്നു. അനേകര് മാനസിക രോഗികളായി അനാഥശാലകളിലും ആശ്രയ സങ്കേതങ്ങളിലും ഒക്കെ അവർ കിടക്കുക. അനേകര് ഭയപ്പെട്ട് വിളിച്ചിരിക്കുകയാണ്. അനേകര് ഉറക്കമില്ലാത്തവരായി, സമാധാനമില്ലാത്ത മാനസിക വിഭ്രാന്തി ഉള്ളവരായി സെല്ലുകളിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ അനേകര് ഇരുളിന്റെ അവസ്ഥയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ ഭയം വരുമ്പോൾ അവർ ഭയപ്പെട്ട് ഒളിക്കുകയാണ്. ഒന്നാമതായി സംഭവിച്ചത്, വിയോജിപ്പ് ആരംഭിച്ചു. ദൈവം വന്നു, ആദാമിനെ വിളിച്ചു, കാര്യം ചോദിച്ചു. ആദാം ഹവ്വയെ പഴിചാരുന്നു. ഹവ്വയോട് ചോദിച്ചു, ഹവ്വ പാമ്പിനെ പഴിചാരുന്നു. വിയോജിപ്പ് ആരംഭിക്കുന്നു. അപ്പോൾ മൂന്നാമതായി പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഡിസ്കോർഡാണ്, വിയോജിപ്പാണ്. നാലാമതായിട്ട് ദൈവം ഹവ്വയെ ശപിക്കുന്നു. നീ എന്റെ ആദ്യ സൃഷ്ടിയെ വഴിപിഴപ്പിച്ചത് കൊണ്ട് നീ മക്കളെ പ്രസവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? വേദനയോടെ പ്രസവിക്കണം. നീ ആദ്യ സൃഷ്ടിയുടെ വേദന ഞാൻ എത്രമാത്രം പെയിൻ എടുത്തു നിനക്കറിയില്ല. അതുകൊണ്ട് നീ ഒരു സൃഷ്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ നീ മക്കളെ വേദന പ്രസവിക്കണം. ആദാമിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ അധികം നിന്റെ ഭാര്യയുടെ വാക്കിന് ചെവി കൊടുത്ത് എന്റെ വചനത്തെയും ഞാൻ കൽപ്പിച്ച കൽപ്പനകളെയും നീ കാറ്റിൽ പറത്തിക്കളയത് കൊണ്ട് നീ മുഖത്തെ വിയർപ്പോൾ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം. അങ്ങനെ ഏദൻ ഉദ്യാനത്തിൽ നിന്ന് അവരെ പുറത്താക്കി. കാരണം എന്താണ്? അവിടെ ഒരു വൃക്ഷഫലം കൂടെ ഉണ്ട്. അതാണ് ജീവന്റെ വൃക്ഷഫലം. അതും കൂടെ ഭക്ഷിച്ചാൽ പിന്നെ മരണം കാണുകയില്ല. അതുകൊണ്ട് മരണത്തിന്റെ അമർത്യതയിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതിന്, അമരാവസ്ഥയിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏദൻ ഉദ്യാനത്തിൽ നിന്ന് അവരെ പുറത്താക്കി. മാത്രമല്ല, മരണമെന്ന വലിയ സമസ്യ മാനവരാശിയിലേക്ക് പ്രവേശിപ്പത്തക്കോണം ഇടയായി. അപ്പോൾ എല്ലാവരും മർത്യനായി മാറി, മരണത്തിന് വിധേയനായി മാറി. എല്ലാവരും മരണമുള്ള ശരീരത്തിന് അടിമയായി. അങ്ങനെ എല്ലാവരും മരണത്തിന് വിധേയരായി മാറുവാനിടയായി. അർത്ഥാൽ പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യൻ എന്നുമായി വസിക്കുവാനുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് മരണത്തെ ഇരന്നു വാങ്ങാൻ ഇടയായി തീർന്നു. അങ്ങനെ ആദ്യ മനുഷ്യനിലൂടെ പാപം സകല മനുഷ്യരിലേക്ക് പരക്കുവാനും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു. അപ്പോൾ മരണത്തിന് തുല്യം ജീവന് തുല്യം ജീവൻ മാത്രമേ ഉള്ളൂ. രക്തം ചിന്തിയിട്ടില്ലാതെ വിമോചനമില്ല. ദൈവം ഒരു മൃഗത്തിന്റെ തോലുകൊണ്ട് പാപപരിഹാര ബലി അർപ്പിച്ചനന്തരം അവർ നഗ്നകളും മറച്ചു. എന്നാൽ അത് പിൽക്കാലത്ത് യാഗങ്ങളായി മാറി. നമുക്കറിയാം, യാഗങ്ങൾ നടത്തുവാൻ പുരോഹിതന്മാരെയും മറ്റുള്ള ലേവ്യരെയും ഒക്കെ ദൈവം നിയോഗിച്ചെങ്കിലും പുരോഹിതന്മാര്, പ്രവാചകന്മാര്, അതുപോലെ രജക്കന്മാര്, മന്ത്രിമാര്, മൂപ്പന്മാരൊക്കെ ദൈവം കാലാകാലങ്ങളായി സഭയ്ക്ക് നൽകിയെങ്കിലും അവർക്കൊന്നും യഥാർത്ഥമായ പാപപരിഹാരമോ വീണ്ടെടുപ്പോ കൊടുക്കുവാൻ ആരാലും കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ചോദിച്ചു, എങ്ങനെ രക്ഷിക്കപ്പെടും? എങ്ങനെ മനുഷ്യന് വീണ്ടെടുപ്പതിനെ കൊടുക്കും? യോബ് ചോദിക്കുകയാണ്. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം പഠിക്കുമ്പോൾ യോബ് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം വീണ്ടും ചോദിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എങ്ങനെയാണ് ജീവിക്കുന്നത്? എങ്ങനെയാണ് ആത്മാവ് വരുന്നത്? എങ്ങനെ ഉയർത്തിനിൽക്കും? എന്നുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങൾ യോബ് ചോദിക്കും. ഒരുപാട് ഭക്തന്മാർ ചോദിച്ചു. അതുകൊണ്ടാണ് മൃത്യുമാ അമൃതംഗമേയ, മരണത്തിൽ നിന്ന് അമർത്യത്തിലേക്ക് നയിക്കണമേ എന്ന് ആർഷഭാരതത്തിലെ മുനിവരന്മാർ പാടിയത്. അതുപോലെ ദാവീദ് ഏകദേശം 1000 BC പാടി, ദൈവമേ, ഞാൻ പാപത്തിൽ ജനിച്ച മനുഷ്യൻ, പാപത്തിൽ എന്റെ അമ്മ എന്റെ ഗർഭത്തിൽ ജനിച്ചു, ഈ പാപത്തിന്റെ കഠിനകഠോരമായ അവസ്ഥയിൽ നിന്ന് ആരെണ്ണേക്കാരെ കയറ്റും?
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താണ് പൗലോസ് ചോദിക്കാൻ, ഇതാ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായ അവസ്ഥയിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? പാപത്തിന്റെ കരാള ഹസ്തങ്ങളിൽ, കരാങ്കുലുകളിൽ ഞാൻ പിടിക്കപ്പെട്ടു പോയല്ലോ. എല്ലാവരും മരണാനന്തരം എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, മരണാനന്തരം എന്താണെന്ന് ആർക്കും വ്യക്തമായി അറിയാതിരിക്കുമ്പോ, പ്രിയമുള്ളവരെ, വീണ്ടും സങ്കീർത്തനം 49:7 നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. കോരഹോത്രന്മാർ ചോദിക്കുകയാണ്, സഹോദരൻ മരിക്കാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന് വീണ്ടെടുപ്പ് വിലകൊടുക്കുവാനോ അവന് മറുവില കൊടുക്കുവാനോ വീണ്ടെടുക്കുവാനോ ആരാലും കഴിയത്തില്ല എന്ന് വേദപുസ്തകവും പറഞ്ഞു. ഒരു രക്ഷയുമില്ലെന്ന് വേദപുസ്തകം അടിവരയിട്ട് പറഞ്ഞു കോരഹോത്രന്മാരിലൂടെ. ഹിന്ദു പുരാണവും പറഞ്ഞു. എന്താണ് ഹിന്ദു പുരാണത്തിലെ അവസാനം? പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എല്ലാവരും വിശ്വസിക്കുന്നത് ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്, എല്ലാം തലവരെയാണ്, വിധിയാണ്, അനുഭവിച്ചു പോവുക മാത്രമേ ഉള്ളൂ എന്ന് അവരും പറഞ്ഞു. ശ്രീബുദ്ധന്റെ അടുക്കൽ വന്നു ഒരു കുഞ്ഞു വന്ന് ചോദിച്ചു, ശ്രീബുദ്ധനോട് ചോദിച്ചു, അല്ലയോ ബുദ്ധ സന്യാസി, അല്ലയോ ഗുരുജി, എന്റെ പിതാവ് മരിച്ചുപോയി, എന്റെ പിതാവിന് എനിക്ക് മടക്കി ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ, എങ്ങനെ മടക്കി കൊടുക്കാനാ? പിതാവ് മരിച്ചുപോയ കുഞ്ഞിന് എങ്ങനെ പിതാവിനെ കൊടുക്കും? ശ്രീബുദ്ധൻ അത്ര വലിയ ദിവ്യത്വമൊന്നുമില്ല. ശ്രീബുദ്ധൻ പറഞ്ഞു, എങ്ങനെയാണ് മോനെ, ഇനി വന്നേ. അവനെ തോളോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അവനെ ആ പാർശ്വത്തോട് വഹിച്ചുകൊണ്ട് പറഞ്ഞു, മോന്റെ കാര്യം ചെയ്യണം, മോന്റെ വേദന ഗുരുജി പരിഹരിക്കാം, ഒരു കാര്യം ചെയ്യണം, ഗുരുജിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, അടുത്തുള്ള ഒരു ഭവനത്തിൽ പോയി അല്പം കടുക് വാങ്ങിക്കൊണ്ടുവരണം. മോൻ പോകുമ്പോൾ ആ കടുകിന് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചോദിക്കണം, അമ്മേ അല്ലെങ്കിൽ ചേട്ടാ, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? മരിച്ചിട്ടുണ്ടെങ്കിൽ കടുക് വാങ്ങരുത്, മോൻ അടുത്ത വീട്ടിൽ പോയി കടുക് വാങ്ങി വരണം. അങ്ങനെ ആ കുഞ്ഞ് ഓടിപ്പോയി ഗുരുവിന്റെ ആ വാക്കിന് മുമ്പിൽ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അടുത്ത വീട്ടിൽ പോയി മുട്ടി. ഒരു നല്ല സുന്ദരിയായ ഒരു മാതാവ് ഇറങ്ങി വന്നു ചോദിച്ചു, എന്താ മോനെ? അമ്മ അല്പം കടുക് വേണം. എന്താ മോനെ? ഗുരുജി പറഞ്ഞതാണ്, ബുദ്ധസന്യാസി പറഞ്ഞതാണ്. ഓക്കെ, ആ കുഞ്ഞിന് വേണ്ടി കടുക് എടുക്കാനായി മാതാവ് അകത്തേക്ക് പോകുമ്പോൾ അമ്മയോട് കുഞ്ഞിനോട് പറയും, അമ്മേ കടുക് എടുക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് അമ്മ ഒരു അത്ഭുത സ്ഥലത്ത്, എന്താ മോനെ ചോദിക്കാൻ കാരണം? ഗുരുജി പറഞ്ഞു, കടുക് വാങ്ങുന്ന വീട്ടിൽ ആരും മരിച്ചിട്ടുണ്ടാകരുത്, അവിടുത്തെ കടുക് വാങ്ങരുത്. പെട്ടെന്ന് അമ്മ ചിന്തിച്ചു, അതെ, എന്റെ പിതാവ്, എന്റെ മാതാവ്, കുറച്ചു വർഷം മുമ്പ് എന്റെ ഹസ്ബൻഡ്, പിന്നെ എന്റെ സഹോദരനൊക്കെ മരിച്ചിട്ടുണ്ട് മോനെ. എന്നാൽ കടുക് വേണ്ടെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് അടുത്ത ഭവനത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ചോദിച്ചു, ഇവിടെ ആരും മരിച്ചിട്ടുണ്ടോ? അവിടെയും മരിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഭവനങ്ങളിൽ, ഏകദേശം 8-10 ഭവനങ്ങൾ കയറിയിട്ടും കടുക് ലഭിക്കാതെ എല്ലാ ഭവനങ്ങളിലും മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കി കുഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന് ഈ ഗുരുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ഗുരു ചോദിച്ചു, എന്റെ മോനെ കടുക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോനെ, മരണം എല്ലാ ഭവനത്തിലും വരും, നമ്മുടെ വീട്ടിലും വന്നു എന്നുള്ളതേ ഉള്ളൂ, അത് ഉൾക്കൊള്ളുക. എന്നാൽ മരണാനന്തരം എന്താണെന്നോ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയൊന്നും ഒരു ഗ്രന്ഥവും പറയാതിരിക്കുമ്പോൾ ബൈബിളും ഒരിക്കലും അങ്ങനെ പറഞ്ഞു. മരണാനന്തരം എന്താണെന്ന് ബൈബിളും ഒന്ന് സന്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഇതൊക്കെയാണെങ്കിലും അവസാനമായി സങ്കീർത്തനം 40:7 പറയുകയാണ്, ഇതാ ആമേ ഞാൻ വരുന്നു, മനുഷ്യന്റെ 1000 ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തനം 40:7 പറയാണ്, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഇതാ ഞാൻ വരുന്നു? മറ്റാരുമല്ല, ഈ സർവത്തെയും ശക്തിയുള്ള വാക്കുകൊണ്ട് ഉളവാക്കിയ സകല പ്രപഞ്ചത്തെയും, സൂര്യനെയും ചന്ദ്രനെയും താരങ്ങളെയും സകല ബ്രഹ്മാണ്ഡ ഗണാഹത്തെ ശക്തിയുള്ള വാക്കുകൊണ്ടുണ്ടാക്കിയ മഹാദൈവം സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 1:15 പറയുന്നു, അവൻ, സ്തോത്രം, ആമേ, സകലത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ കൂടാതെ ഒന്നും ഉളവായില്ല, അദൃശ്യമായതും അദൃശ്യമായതിന് കാരണം വരുവാർ സകല ഉളവാക്കിയ മഹാദൈവം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പാപവിമോചനത്തിന് വേണ്ടി മഹാദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സഹൃദയരെ, സമയം വീണ്ടും കൊടുത്ത സമയം കുറയ്ക്കേണ്ടതായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് മഹാദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം, ക്രിസ്തു ജന്മനാ പാപം കൂടാതെ ജനിച്ചു, കർമ്മനാ പാപമില്ലായിരുന്നു. ജീവിതത്തിൽ എന്നും ഒരു പാപം പോലും അറിയാത്ത ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് വിമോചകനായി, ജന്മം കൊണ്ട് പാപമില്ല, നമുക്കറിയാം, കന്യകാസൂനുവായി ജനിച്ചു. എല്ലാ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുകയാണ്. ഏത് പുസ്തകത്തിൽ ആ ക്രിസ്തു ഇല്ലാത്തത്? ഹിന്ദുപുരാണം പഠിച്ചാൽ, ഹിന്ദുപുരാണത്തിൽ ഋഗ്വേദം പഠിച്ചാൽ, ഋഗ്വേദത്തിൽ ഉടനീളം കിടക്കുന്ന ഏക പ്രജാപതി ക്രിസ്തു ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഓം കന്യകാസൂനുവായ നമഃ, കന്യകയുടെ മകനെ അങ്ങേ നമിക്കുന്നു. ആരാ കന്യകയുടെ മകൻ? ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ഓ ബ്രഹ്മപുത്രായ നമഃ, ബ്രഹ്മാവിന്റെ പുത്രനെ അങ്ങേ നമിക്കുന്നു. ആരാണ് ബ്രഹ്മാവിന്റെ പുത്രൻ? മറ്റാരുമല്ല, ശ്രീ യേശു ക്രിസ്തു. ഓ പഞ്ചകായ ശീലായ നമഃ, 5 മുറിവുള്ളവനെ അങ്ങേ നമിക്കുന്നു. ആരാണ് 5 മുറിവുള്ളവൻ? യേശു ക്രിസ്തു. ഓ വൃക്ഷശൂല അരുന്ധായ നമഃ, വൃക്ഷത്തിൽ തറയ്ക്കപ്പെട്ടവൻ ആരാണ്? ക്രിസ്തു. ഓം നാരായണായ നമഃ, വെള്ളത്തിന്റെ മേൽ നടന്നു വന്നവൻ ആരാണ്? ക്രിസ്തു. ഓം മൃത്യുഞ്ജയായ നമഃ, മരണത്തെ ജയിച്ചവനെ അങ്ങേ നമിക്കുന്നു. ആരാണ് മരണത്തെ ജയിച്ചവൻ? ക്രിസ്തു. അങ്ങനെ എല്ലാ പുസ്തകത്തിലും, നമ്മൾ ഏത് പുസ്തകം എടുത്താലും ക്രിസ്തുവിനെ കൂടാതെ ഒരു പുസ്തകമില്ല.
എന്തിനേറെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ അതിനകത്ത് സേവിയർ, രക്ഷകൻ എന്ന് നോക്കിയാൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്താണ്? യേശു ക്രിസ്തു എന്നാണ്. ശ്രീബുദ്ധനെന്നോ ശ്രീകൃഷ്ണനെന്നോ ശ്രീരാമനെന്നോ അല്ല, യേശു ക്രിസ്തുവാണ് ലോകരക്ഷകനെന്ന് രാമലിംഗം പിള്ള എഴുതിയ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്ത് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവാണ് രക്ഷകൻ. ഏത് പുസ്തകത്തിലാണ് ഇല്ലാത്തത്? ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ പുസ്തകത്തിലും വളരെ സബ്ജക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. ചരിത്രം പഠിക്കുമ്പോൾ കാലഘട്ടത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചത് ക്രിസ്തുവിന്റെ വരവല്ലേ? ക്രിസ്തുവിനെ കൂടാതെ ചരിത്ര പഠിതാവിന്, പുസ്തക പഠിതാവിന് പഠിക്കുവാൻ കഴിയുമോ? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്ന ചേംബറിലും ക്രിസ്തു ഇല്ലാതെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതോടൊപ്പം തന്നെ നമ്മുടെ BR അംബേദ്കർ, നമ്മുടെ ജവഹർലാൽ നെഹ്റു, നമ്മുടെ ഗാന്ധിജി, അവരെല്ലാം ഇന്ന ചേംബറിൽ ചോദ്യം വന്നു, ഹൗ വി ഷുഡ് മേക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, എങ്ങനെയാ ഇന്ത്യ ഭരണഘടന ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു, why should to afraid to make the constitution of India, we have Bible on the table. എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാടുപെടുന്നത്? നമ്മുടെ ടേബിളിൽ നമ്മൾ ബൈബിളില്ലേ? അപ്പോൾ എല്ലായിടത്തും ബൈബിളിന്റെ സ്വാധീനം ചെല്ലാത്ത ഒരു മേഖലകളും ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി ഖുറാൻ എടുത്ത് പഠിച്ചാലോ, ഖുറാനിലും പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അമ്മ മറിയത്തിന് വേണ്ടി ഒരു പുസ്തകം മാറ്റി വെച്ചിരിക്കുക. യേശുവിന്റെ ജനനത്തിന് മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും ദിവ്യ ജനനമെന്ന് യേശുവിന്റെ അമ്മ മറിയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധ റൂഹിനാൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു അത്ഭുത കുഞ്ഞ് ജനിച്ചു എന്ന് ഖുറാൻ അടിവരയിട്ട് പറയുക. മുഹമ്മദ് നബിക്ക് പോലും ഇല്ലാത്ത ദിവ്യ ജനനമാണ് ക്രിസ്തുവെന്ന് ഖുറാൻ തന്നെ സമ്മതിക്കുക. അപ്പോൾ എല്ലാ പുസ്തകങ്ങളിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ഇതാ ഞാൻ വരുന്നത് ആരാണ്? മറ്റാരുമല്ല, ഞാൻ സേവിക്കുന്ന എന്റെ ആരാധ്യ പുരുഷനാകുന്ന, എന്നെ രക്ഷിച്ച, എന്നെ വീണ്ടെടുത്തിയ, എന്നെ ഇന്നുവരെയും പരിപാലിക്കുന്ന മഹാദൈവമാകുന്ന സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല, സന്ദേഹവുമില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതാ ഞാൻ വരുന്നു. സ്തോത്രം. വന്നിട്ട് ക്രിസ്തു ഇവിടെ വന്നു, കന്യകാസൂനുവായി ജനിച്ചു. നമുക്കറിയാം, കന്യകാസൂനു എന്ന് പറയപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം ദിവ്യ ജനനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ അമ്മ കഴിക്കുന്ന ആഹാരങ്ങൾ, ലവണങ്ങൾ, ധാതുക്കൾ, പ്രോട്ടീനുകൾ എല്ലാം അമ്മയ്ക്ക് ലഭിക്കും. ആ പൊക്കിൾക്കുടി വഴിയാണ് കുഞ്ഞിന് ലഭിക്കുന്നത്. പക്ഷേ പാപമില്ലാത്ത രക്തം ക്രിസ്തുവിന് ഉണ്ടാകേണ്ടതിന് നമുക്കെല്ലാം അറിയാം, ശാസ്ത്രം പഠിച്ചവർക്കും സയൻസ് പഠിച്ചവർക്കും അറിയാം, അമ്മയുടെ കുഞ്ഞ് പ്രസവിച്ചെടുക്കുമ്പോൾ ആ പൊക്കിൾക്കുടി അഥവാ ആംബ്ലിക്കൽ കോഡ് മുറിക്കുമ്പോൾ രക്തം വരാറില്ല, രക്തം വാർന്നു പോകാറില്ല. മുറിക്കുന്ന ഭാഗത്തുനിന്ന്, ഓപ്പറേഷൻ സർജറി ചെയ്യുന്ന ഭാഗത്തുനിന്ന് അല്പ രക്തം പോയെങ്കിൽ മാത്രമേ ഉള്ളൂ, ആംബ്ലിക്കൽ കോഡിനകത്ത് രക്തധമനിയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അമ്മയുടെ ഒരു തുള്ളി രക്തം പോലും കുഞ്ഞിന് ജീവിക്കാനായിട്ട് വേണ്ട, കുഞ്ഞിന് വേണ്ട. അമ്മയുടെ ഒരു രക്തം, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ രക്തം ഡയറക്റ്റ് കയറുകയായിരുന്നെങ്കിൽ അമ്മ പ്രസവിക്കുന്ന ഏതൊരു കുട്ടിക്കും, ഇപ്പൊ എന്റെ വീട്ടിൽ 11 മക്കളുണ്ട് ഞാൻ പറഞ്ഞല്ലോ. എന്റെ അമ്മയുടെ ഗ്രൂപ്പ് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ AB പോസിറ്റീവ് ഗ്രൂപ്പുകാരനാണ്. എന്റെ അമ്മ AB പോസിറ്റീവുകാരിയാണ്. ബാക്കി എല്ലാവരും A പോസിറ്റീവ്, B പോസിറ്റീവ്, O നെഗറ്റീവ്, ഇങ്ങനെ പല ഗ്രൂപ്പുകാർ. എന്റെ അമ്മ പ്രസവിച്ച 11 മക്കൾക്കും 11 ഗ്രൂപ്പായി പോയത്. അപ്പോൾ എന്റെ അമ്മയുടെ രക്തം ഒരു തുള്ളി പോലും എന്റെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാദൈവത്തിന്റെ അഗാധമായ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ശിശുവിന് ജന്മം കൊടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ കന്യകയായിരുന്ന മറിയത്തെ തിരഞ്ഞെടുത്തു. പാപം കൂടാതെ, പാപമില്ലാത്ത ഒരു രക്തം മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വരുത്തേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ, നമുക്കറിയാം യോഹന്നാനിൽ പറയുന്നത് പോലെ, പാപം അറിയാത്തവനെ ദൈവം മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി പാപമാക്കി. അവൻ നമ്മുടെ 1 പത്രോസ് 2:24 പറയുന്നത് പോലെ അവൻ നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവരുടെ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപമില്ലാത്ത രക്തം നമ്മുടെ സകല പാപക്കറകളെ കഴുകിക്കളഞ്ഞു. അപ്പോൾ പാപം മാറുമ്പോൾ ശാപം മാറും, ശാപം മാറുമ്പോൾ രോഗം മാറും, രോഗം മാറുമ്പോൾ മരണം മാറും, മരണം മാറുമ്പോൾ ജീവൻ കടന്നു വരും. ആ ജീവനിലൂടെ ഭൂമിയിൽ ജീവിച്ച് ആവോളം ആസ്വദിച്ച അനന്തരം ദൈവം വിളിക്കുമ്പോൾ ആത്മാവ് നിത്യ സ്വർഗത്തിലേക്ക്, നിത്യ വിശ്രമത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പാപമാണ് സകലവിധ ദോഷങ്ങൾ കാരണം. അതിന്റെ പരിഹാരം വരുത്തുവാൻ ആരാലും കഴിയാതിരുന്നപ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, 3-ാമതായി 4-ാമതായിട്ട് സ്തോത്രം, സകല മനുഷ്യരും മർത്യനായി മാറിയ മരണത്തിന്റെ പരിഹാരമായിട്ട് ദൈവം തന്നെ ക്രൂശിൽ പിടഞ്ഞ് മരിച്ച് നമ്മുടെ പാപം കൂടാതെ ജനിച്ച്, പാപം കൂടാതെ ജീവിച്ചു, പാപം കൂടാതെ മരിച്ചു, അടക്കം ചെയ്ത് തീർന്നില്ല. 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് ക്രിസ്തു ഉയർക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹൃദയരായ പ്രിയമുള്ളവർ, എന്നെ കേൾക്കുന്ന പുതിയതായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനോ രക്ഷ പ്രാപിക്കുവാനോ കഴിയില്ല. അപ്പൊ യേശുവിന്റെ രക്തം 1 യോഹന്നാൻ ലേഖനം 1:7-8 വാക്കിൽ പറയുന്ന പോലെ അവന്റെ രക്തം നമ്മുടെ സകല പാപത്തെ ശുദ്ധീകരിക്കും.
ജന്മകർമ്മ പാപങ്ങൾ എത്ര വലിയ പാപമാണെങ്കിലും ഇതിന്റെ പാപം എത്ര കടിഞ്ഞുവെപ്പായിരുന്നാലും, രക്താംബരം പോലെ കടിഞ്ഞുവെപ്പായിരുന്നാലും പഞ്ഞു പോലെ വെള്ളയായിത്തീരും, ഹിമത്തോളം വെള്ളയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഒരുപാട് കർമ്മങ്ങൾ ഒത്തിരി പേര് ചെയ്യാറുണ്ട്. ഞാനതേക്കൊന്നും പോകുന്നില്ല. ഒരുപാട് കർമ്മങ്ങൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ഞാൻ വിമർശിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ പാപം പോക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഏതെങ്കിലും കർമ്മമാർഗങ്ങളല്ല, മറിച്ച് ആ പാപത്തിന്റെ എല്ലാ മതങ്ങളും പാപപരിഹാരത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, തീർത്ഥയാത്രകൾ പോകാനായിട്ട് ഉരുള് നേർച്ചകള്, ആൾരൂപങ്ങൾ സമർപ്പിക്കുക, നഗ്നപാതരായി നടക്കുക, പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇത്യാദി കാര്യങ്ങൾ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം നമുക്ക് എന്ത് വേണ്ടി ചെയ്തു എന്ന് പഠിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. ദൈവം നമുക്ക് അവനെ നൽകി. സ്വന്തം പുത്രനെ ആദരിക്കാതെ, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മഹാദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായിത്തീർന്നു. യോഹന്നാൻ പറയുന്നത് എങ്ങനെയാണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ എന്ന് പറഞ്ഞാൽ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവരാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു, മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, മക്കളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, സഹോദരങ്ങളെ സ്നേഹിക്കുന്നു, അയൽക്കാരെ സ്നേഹിക്കുന്നു, ഗുരുനാഥന്മാരെ സ്നേഹിക്കുന്നു. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഡൽഹിയിൽ മനോഹരമായ ഒരു രമ്യഹർമ്യമാണല്ലോ താജ്മഹൽ. സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ താജ്മഹൽ. നമുക്കറിയാം, അത് ഷാജഹാൻ ചക്രവർത്തി ഭാര്യ മുംതസിന് വേണ്ടി കൊടുത്ത പണി കഴിപ്പിച്ച മനോഹരമായ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഡൽഹിക്കടുത്തുള്ള ആഗ്രയിൽ സ്ഥിതി ചെയ്ത താജ്മഹൽ. എന്നാൽ അത് സ്നേഹത്തിന് വേണ്ടി കൊടുത്തതാണ്. എന്നാൽ നമ്മളെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും അപ്പനേക്കാളും അമ്മയെക്കാളും ഒക്കെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം മറ്റാരുമല്ല, സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തുവാണ്. ശ്രദ്ധിക്കണം, ഏതാണ് വചനം പറഞ്ഞിരിക്കുന്നത്? അവൻ നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. അപ്പന് മക്കളോട് കരുണയുണ്ടാകുന്നത് പോലെ പിതാവായ ദൈവത്തിന് നമ്മളോട് എത്ര വലിയ സ്നേഹം. അവനെ കൈക്കൊണ്ടതുപോലെ അവനെ കൈക്കൊള്ളുമ്പോൾ നാം അവന് മക്കളും അവൻ നമുക്ക് പിതാവുമായി മാറുകയാണ്. 2 കൊരിന്ത്യർ 6-14 പഠിക്കുമ്പോൾ പറയുന്നു, അവന് നമ്മൾ കൈക്കൊള്ളുമ്പോൾ, അവനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നീ ജനവും ഞാൻ നിന്റെ ദൈവവും ജനവുമാണ്. എന്നാൽ ക്രിസ്തു നമ്മളെ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ അപ്പനായി മാറുകയാണ് ക്രിസ്തു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല നമ്മൾ മക്കളുമായി മാറുകയാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. നമുക്ക് ആവശ്യങ്ങളൊക്കെ പിതാവ് അറിയുന്നത് പോലെ, നമുക്ക് വേണ്ടി എല്ലാം കരുതുന്നത് പോലെ നമുക്ക് വേണ്ടി കരുതുവാൻ അവൻ ശക്തനാണ്. രോഗസൗഖ്യം നൽകി തരുവാൻ, കടഭാരം മാറ്റുവാൻ, പോലീസ് കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കുവാൻ, നമ്മുടെ ഏത് മാനസിക അസ്വസ്ഥത നമ്മളെ വിടുവിക്കുവാൻ, എല്ലാ വിഷയങ്ങളും പരിഹാരം തരുവാൻ ആ ക്രിസ്തു മതിയായ ദൈവം. അതുകൊണ്ട് ക്രിസ്തുവിനെ നാം അവൻ അറിഞ്ഞിരിക്കുന്ന അതേ അളവിൽ, അവൻ ആഗ്രഹിക്കുന്ന അതേ അളവിൽ നാം കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതാണ് കൂട്ടായ്മയുടെ പ്രഥമമായ ഘടകം. അതുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പരിഹരിക്കുന്നു. എഫേസ്യർ 1-7 പറയുന്നു, അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുപ്പില്ല എന്ന് കോരഹുത പറഞ്ഞെങ്കിൽ എന്ത് പുരാണം പറഞ്ഞ പരിത്രാണായ സാധുനായ വിനാശയ പരിഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എല്ലാ സംഭവങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം മതം പഠിപ്പിച്ചു. എല്ലാം തലവരെയ കിസ്മത്താന്ന് പഠിപ്പിച്ചപ്പോൾ ബുദ്ധമതം പഠിപ്പിച്ചു. അതെല്ലാം ആഗ്രഹങ്ങളുടെ നിവൃത്തി കൊണ്ടാണ് സംഭവിച്ചതെന്ന് പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞു, അല്ലവേ അല്ല, സകലത്തിനും പരിഹാരം എന്റെ പക്കലുണ്ട്. സ്തോത്രം. ആ യേശുവിന് മാത്രമേ യഥാർത്ഥമായ പാപപരിഹാരവും യഥാർത്ഥമായ വീണ്ടെടുപ്പും യഥാർത്ഥമായ നിത്യജീവനത്തെ തരാൻ കഴിയുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്ന സാക്ഷാൽ ക്രിസ്തുവാണ്. ആകയാൽ എന്റെ ശ്രോതാക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോമറ്റികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, തികച്ചും ഒരു ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെടുന്ന എന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, ചിറകറ്റ പക്ഷിയെ പോലെ, അല്ലെങ്കിൽ ഒരു പൊട്ടിയ പട്ടം പോലെ ലക്ഷ്യം നഷ്ടപ്പെട്ടവനായി തകർന്നു പോകാമായിരുന്ന എന്നെ 30 കോടി ദൈവങ്ങളും 6060 സ്വരങ്ങളും 1001 കൊണ്ട് ദേവതകളും മാടനും മറയമ്പയും വിജാതികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യ തറവാട് നിന്നുകൊണ്ട് തറതല്ലി കരഞ്ഞിട്ട് ആരും പ്രാർത്ഥന കേൾക്കുമെന്ന് വരാതിരുന്നപ്പോൾ ഞാൻ തേടിപ്പോകാതെ എന്നെ തേടി വന്നവരാണ് സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന് പാപപരിഹാരം മാത്രമല്ല, രോഗസൗഖ്യം മാത്രമല്ല, നിന്റെ വിഷയങ്ങളിൽ നിന്ന് ഏത് വിഷയമാണോ, ഏത് രോഗസൗഖ്യമാണോ, ഏത് വിഷയമാണോ പരിഹാരത്തിന് യേശു വിശ്വസ്തനാണ്. വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു ശമ്പളമില്ല, ജോലിയില്ല, എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയില്ല. പക്ഷേ എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളെ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി പറയാനുണ്ട്. സ്തോത്രം. ഇന്ന് വരെ എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ 3 കുഞ്ഞുങ്ങൾക്കും ഒരു 100 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങുവാൻ ഒരു രോഗത്തിലേക്കും ദൈവം ഞങ്ങളെ വിട്ടില്ല. എത്ര സ്നേഹവാനായ ദൈവം. 1 രൂപ പോലും ചെലവാക്കാതെ ബൈബിൾ കോളേജ് പഠിക്കാൻ കടന്നുപോയി 6 വർഷം സെമിനാരി പഠിച്ചപ്പോഴും ഒരുപക്ഷെ ആ സമയത്തൊന്നും ഒരു ജീവിതത്തിൽ ഒരു മാർഗമില്ലെങ്കിലും അവിടെയെല്ലാം സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി, അന്നന്ന് വേണ്ടതൊക്കെയും കരുതി ഞങ്ങൾ നടത്തിയ ഒരു മഹാദൈവം.
ആകയാൽ ഈ സർവശക്തനായ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ലഭിച്ച ആ മഹാഭാഗ്യത്തെ എന്നെന്നും നന്ദി പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര വാക്കുകൾ വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും, വിശേഷാൽ എനിക്ക് വേണ്ടി വേദി ഒരുക്കി തന്ന പ്രിയ സ്തോത്രം, ഡാനി ജോൺ പാസ്റ്റർക്കും മറ്റേ പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്റെ ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനെയും കുടുംബത്തെയും ഓർക്കണമെന്ന് സദയം അപേക്ഷിച്ചുകൊണ്ട് വാക്കിൽ വിരമിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലെസ്. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ളതായ ആ തിരുവെഴുത്തുകൾ എത്ര അന്വർത്ഥമായി തീർന്നു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാലചന്ദ്രൻ പിള്ളയുടെ ജീവിതത്തിലെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ, ഒരു നായർ പശ്ചാത്തലത്തിൽ 11 മക്കളിൽ ഒരുവനായി ജനിക്കുമ്പോൾ ഇന്ന് ആയിരിക്കുന്ന ആ ഒരു തലം ഇന്ന് ദൈവത്തിൻ്റെ മകനായി മാറി. ഒരു നാമധേയ പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്നതിനേക്കാൾ ഉപരി, ആ ഒരു വലിയ കുടുംബത്തിലെ ഒരു ഇളയ മകൻ എന്നതിനേക്കാൾ ഉപരി, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവഭവനത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മകൻ എന്ന നിലയിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്ന ആ ഒരു ബന്ധം ഞാൻ ശ്രദ്ധിച്ചു. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് ആ അമ്മയുടെ രക്തവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ പുക്കിൾക്കൊടിയിൽ രക്തത്തിന്റെ അംശമില്ല. ആ അമ്മയുടെ ഗ്രൂപ്പും കുഞ്ഞിന്റെ ഗ്രൂപ്പും അത് രണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഏത് കുടുംബത്തിൽ, ഏത് പശ്ചാത്തലത്തിൽ, ഏത് ജാതിയിൽ ഒരു വ്യക്തി ജനിക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു കുടുംബത്തിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ജനിച്ചു വീണു. വാസ്തവത്തിൽ ഒരു വ്യക്തി ആരായിത്തീരണം, എന്തായിത്തീരണമെന്ന് നിർണയിക്കുന്നത് ആ വ്യക്തി ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവം. പലരും അവകാശപ്പെടാറുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, ഇന്ന പാരമ്പര്യത്തിലെയാണ്, ഇന്ന വ്യക്തിയാണ് എന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മിൽ പകർന്നിരിക്കുന്നതായ ആ ദൈവ പദ്ധതി നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നാം ആരെന്നുള്ള ബോധ്യം മനസ്സിലാക്കി അതിനുവേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. മറിയത്തിന്റെ ഗർഭത്തിൽ ജനിക്കുവാനൊരിടം ഉണ്ടായി. അതിനേക്കാൾ ഉപരി യേശു ദൈവപുത്രൻ എന്നുള്ളതായ ശ്രേഷ്ഠമായ ആ ഒരു പദവിയായിരുന്നു ഈ ഭൂമിയിലേക്ക്, മാനവരാശിയുടെ രക്ഷകൻ എന്ന നിലയിലേക്ക് യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കപ്പെടുവാനിടയായിത്തു. ആ നിലയിൽ ആ യേശുവിനെ ആര് എന്ന് അംഗീകരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ മകനായി, ദൈവ പൈതലായി തീരുവാൻ തക്കവണ്ണമായി തീരുക. കർത്താവിൻ്റെ ദാസൻ ബാലചന്ദ്രൻ അവറുകൾ ഒരു ലോകപ്രകാരമുള്ളതായ മത സംഹിതകൾക്കും രാഷ്ട്രീയ സംഹിതകൾക്കും RSSന്റെയും മറ്റിതര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ലോകപ്രകാരം ജീവിക്കാമായിരുന്ന സ്ഥാനത്ത് കുവൈറ്റിൽ നല്ല സാലറിയുള്ള, നല്ല ജോലിയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അതിൽ അഭിമാനം കൊള്ളാമായിരുന്ന വ്യക്തി എന്ന നിലയിൽ, അതിൽ നിന്നൊക്കെ അതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിൻ്റെ സ്നേഹം, കർത്താവുമായുള്ള ബന്ധം, ആ മാറ്റമില്ലാത്ത വചനം, അതാണ് ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതം ഡൈവേർട്ട് ചെയ്യുവാൻ്റെ കൂടെയായി തോന്നും. ഇന്ന് കാണുന്ന ആ ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ഭൂമിയിലെ ഒരു ധനവാൻ എന്നതിനേക്കാൾ ഉപരിയായി, ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ ഇരിക്കുന്നതിനേക്കാൾ ഉപരിയായി, ഒരു വലിയ കുടുംബത്തിലെ ഒരു മകൻ എന്നതിനേക്കാൾ ഉപരിയായി, ഒരു ദൈവമകൻ എന്നുള്ളതായ ആ ശ്രേഷ്ഠകരമായ പദവിയിൽ ഇന്നായിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാവേ, ഒരുപക്ഷെ നമ്മൾക്ക് പല അഭിമാനം കൊള്ളാൻ പല പൊങ്ങച്ചങ്ങൾ, പുകഴ്ചകളൊക്കെ ഒരുപക്ഷെ നമുക്ക് കാണും. പക്ഷേ അതെല്ലാം അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞു പോലെ ഉള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അമ്മയുടെ ഗ്രൂപ്പും കുഞ്ഞിൻ്റെ ഗ്രൂപ്പും രണ്ടും രണ്ടായിരിക്കുന്നത് പോലെ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണെന്ന് താങ്കൾ തിരിച്ചറിയുവാൻ തയ്യാറാകുമെങ്കിൽ
തങ്ങളുടെ കണ്ണ് തുറക്കുവാനിടയായിത്തീരും. ജീവിതത്തിൽ മുന്നോട്ട് താൻ ആരാണെന്നുള്ളതായ ആ ഒരു തിരിച്ചറിവിലേക്ക് താങ്കൾക്ക് വരുവാൻ കൂടിയായിത്തീരും. തിരിച്ചറിയൂ, ഈ സത്യത്തെ അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനും തയ്യാറാകൂ. നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ വന്നതായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും കാണുവാൻ കൂടിയായിത്തീരും. ആകയാൽ ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കൂ. നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് ഇത് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കൂടി ആയിത്തീരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുമ്പോൾ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ ഈ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, കരുണ്യവാനായ തമ്പുരാനെ, സർവശക്തനായ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ഈ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് ഇന്ന് പകൽ സമയം അരോമ ടിവിയിലൂടെ പ്രേക്ഷകരെ കാണുവാനും അല്പസമയം അനുഭവ സാക്ഷ്യങ്ങളും ദൈവജനം പങ്കുവെക്കുവാനും ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. വിശേഷാല് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വപ്പെട്ട ഞങ്ങളുടെ ശേഷദാസിന് വേണ്ടി, പ്രിയ ഡാനിയേൽ പാസ്റ്റർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിനായി ഇതിൽ പ്രവർത്തിക്കുന്ന സകല പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാല വടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടദാസനെ, കുടുംബത്തെ സ്വർഗം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. വിശേഷാല് കർത്താവെ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകല ജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദൃശ്യ മാധ്യമത്തിലൂടെ എവിടെ ഇരുന്ന് കാണുന്നവരാണെങ്കിലും അവിടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ സ്വർഗപിതാവ് അറിയുന്നല്ലോ. കർത്താവെ, ശാരീരികമായ രോഗത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ആണിപ്പഴുതുള്ള കരം നിങ്ങളെ സൗഖ്യമാക്കുന്നു എഴുതിയിരിക്കും പോലെ അദൃശ്യമാകുന്ന തങ്ങളുടെ കരം തന്റെ മക്കളുടെ മേൽ വെച്ച് ഒരു പൂർണ്ണ സൗഖ്യം നൽകേണ്ടതിനായി സ്തോത്രം. ശാരീരികമായ രോഗങ്ങൾ മനുഷ്യന് ആമേൻ ചെയ്യാൻ കഴിയാത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്ന മഹാദൈവമേ, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യവും രോഗശാന്തിയും വരുത്തും എന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം എന്റെ അടിപ്പിണകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനപ്രകാരം കർത്താവ് എന്ന പകൽക്കാലം ഒരു പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ ജനത്തെ നൽകേണ്ടതിനായി സ്തോത്രം. അപ്പോൾ തന്നെ മാനസികമായി തകർന്ന അനേകരുണ്ടല്ലോ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ, നിരാശയുടെ ആ ആഴക്കയത്തിൽ വീണുപോയ ജീവിതങ്ങൾക്ക് കർത്താവെ ഒരു സത്യവെളിച്ചമായി, നിത്യവെളിച്ചമായി, സമാധാനപ്രഭുവായി ഈ പകൽ സമയം അങ്ങ് വെളിപ്പെടുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. വലിയ ധൈര്യം കൊണ്ടും വലിയ ഉറപ്പ് കൊണ്ടും നിശ്ചയം കൊണ്ടും പ്രത്യാശ കൊണ്ട് തന്നെ മക്കളെ നിറയ്ക്കേണ്ടതിനായി സ്തോത്രം. അപ്പോൾ തന്നെ സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ വിഷയങ്ങളിലൊക്കെ കടഭാരങ്ങള്, മറ്റുതര ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദൈവം അവർക്ക് വലിയ അത്ഭുതങ്ങളെ ചെയ്ത് വഴികൾ, വാതാനങ്ങൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം. കർത്താവെ, അപ്പോൾ തന്നെ കുടുംബ വിഷയങ്ങള്, അതുപോലെ ഫാമിലി പ്രോബ്ലംസുകള്, കോടതി വ്യവഹാരങ്ങൾ, മറ്റിതര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. അവർക്കെല്ലാം ദൈവം പൂർണ്ണമായ വിടുതലുകളും ആശ്വാസങ്ങളും ദൈവം നൽകേണ്ടതിനായി സ്തോത്രം. കർത്താവെ, ഇതിനെ പിന്നെ അധ്വാനിച്ച കടദാസനെയും കുടുംബത്തിൽ പ്രാവശ്യം കൂടെ അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരോമ ടിവിക്കായി, ഇതിലൂടെ ആമേ പ്രവർത്തിക്കുന്ന സുവിശേഷ വേലയ്ക്കായി സ്തോത്രം. അനേകര് ആമേ സാക്ഷ്യത്തിലൂടെയും ദൈവവചന ശ്രവണത്തിലൂടെയും അനേകര് ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനും ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവ്, കഴിഞ്ഞ വർഷങ്ങളായ കടദാസൻ ചെയ്യുന്ന ഈ മിനിസ്ട്രിയിലൂടെ അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും അനേകയിടങ്ങളില് ആമേ ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ വർദ്ധിക്കുവാനും ഈ ശുശ്രൂഷ നിമിത്തം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തുടർന്നും കർത്താവിന് നാളോളം തയ്ക്കുവാൻ ആവശ്യമായ സകല വഴികളും വാതായനങ്ങളെ തുറക്കേണ്ടതിനായി സ്തോത്രം. കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശ്രോതാക്കളെ അനുഗ്രഹിച്ചടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം എന്നേക്ക് പിതാവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാലചന്ദ്രൻ പിള്ളൈ അവർ ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ സമയം ചെലവഴിച്ചതിന് കർത്താവിന്റെ ദാസുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന അന്യ ശ്രോതാക്കളുള്ളതായ നന്ദി ഞങ്ങൾക്ക് ആമേൻ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സാക്ഷ്യം, വചനചിന്തകൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം പെടുവാനിടയായി തീരും. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക, വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.